അത്ഭുതങ്ങളാണ് ഈ എൽ റുഹ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസിനുള്ള നൊവേനിലൂടെ ഈ കാലഘട്ടത്തിൽ മുഴുവനും നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഈ അത്ഭുത ജപമാല കാണുമ്പോഴും ഇവിടുത്തെ എൽ റുഹ ശുശ്രൂഷകൾ മറ്റും കാണുമ്പോഴൊക്കെ യൂട്യൂബിലായിട്ടും പല രീതിയിലും നിങ്ങൾ ആ സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൽ റുഹ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയുടെ വെളിപ്പെടുത്തൽ, ഈ ശുശ്രൂഷയെ പറ്റി കർത്താവ് അച്ഛന് തന്ന കുറെ വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ നിങ്ങളൊന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു വെളിപ്പെടുത്തലായിരുന്നു ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന സന്ദേശം. അതായിരുന്നു ആദ്യ നാളുകൾ കിട്ടിയ കർത്താവ് തന്ന സന്ദേശമായിരുന്നത്. ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ, ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്ന ശുശ്രൂഷ മുടങ്ങാതെ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്തിരി അനുഗ്രഹമല്ല ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുള്ള സന്ദേശമായിരുന്നു ആദ്യ നാളുകൾ കർത്താവ് തന്നത്. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നീടായിട്ട് പലപ്പോഴായിട്ട് കിട്ടിയ സന്ദേശങ്ങളാണ് അച്ഛൻ പറയുക. കർത്താവ് തന്ന മറ്റൊരു ദൈവസ്വര സന്ദേശമാണ് പ്രശ്നങ്ങളുള്ളവർ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതായത് അത്ഭുതങ്ങളുടെ ജപമാലയിൽ നമ്മൾ നിങ്ങളുടെ നിയോഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പ്രശ്നങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറിപ്പോകുന്ന വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ സാക്ഷ്യങ്ങൾ ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇനി മറ്റൊരു ദൈവസ്വര സന്ദേശം കർത്താവ് തന്നത് ഇങ്ങനെയാണ്: കടബാധ്യത ഉള്ളവരോട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. കടബാധ്യതയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്ഭുതങ്ങളുടെ ജപമാല ഇങ്ങനെ നിയോഗം വെച്ച് നിങ്ങൾ കണ്ടുനോക്കിയാൽ കടബാധ്യത ഗ്രാജുവലി പതിയെ അത് മാറിപ്പോകുന്ന അത്ഭുതം കാണും. പിന്നീട് വീണ്ടും കർത്താവ് അല്പം ക്ലാരിറ്റിയോടെ ഈ സന്ദേശം ഒരിക്കൽ കൂടി തന്നത് ഞാൻ ഓർക്കുകയാണ്. കടബാധ്യതയുള്ളവർ അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിനുള്ള നൊവേനയും കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശമായിരുന്നു ആ ദൈവസ്വര സന്ദേശം. വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്ന ശക്തമായ മറ്റൊരു ദൈവസ്വര സന്ദേശമാണ് 90 ദിവസം അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയും കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് മാറാൻ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ഇങ്ങനൊരു ദൈവസ്വര സന്ദേശം കിട്ടുകയാണ്. അച്ഛനത് ഇതുകൂടെ പറഞ്ഞത് ഇത് ഈ ശുശ്രൂഷ കാണുന്ന പലരും കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും ചെയ്യാൻ തുടങ്ങി. അവരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇനി മാറില്ല എന്ന് കരുതിയ വിവാഹമോചന കേസുകൾ പോലും മാറിപ്പോയ സാക്ഷ്യങ്ങൾ ഇവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഈ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മറ്റൊരു ശക്തമായ ഒരു ദൈവിക സന്ദേശം ഈ ശുശ്രൂഷയെ പറ്റി തന്നത് ഇങ്ങനെയാണ്: മാനസിക രോഗികൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി മാനസിക രോഗികളോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരോ ദീർഘനാള് 90 ദിവസമല്ല, ദീർഘനാള് തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഓരോ അത്ഭുത ജപമാല റെക്കോർഡ് എടുക്കുന്നുണ്ട്. ഈ യൂട്യൂബിൽ ഓരോ അത്ഭുത ജപമാല വ്യത്യസ്തമായിട്ട് എടുക്കുക. അതിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് എഴുതി വെച്ചെടുത്ത് നിങ്ങൾ ദീർഘനാൾ, ഇപ്പോൾ 90 ദിവസം എന്ന് സാധാരണ നമ്മൾ പറയുന്നത് അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ എടുക്കുക. 180 ദിവസം അല്ലെങ്കിൽ 200 ദിവസം അല്ലെങ്കിൽ 250 ദിവസം തുടർച്ചയായി നിങ്ങൾ അത്ഭുത ജപമാല കണ്ട് മാനസിക രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി, മാനസിക പ്രശ്നങ്ങൾ, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ അത്ഭുത രോഗശാന്തി ഉണ്ടാവും എന്നുള്ള വെളിപ്പെടുത്തൽ ഈശോ തന്നിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തൽ അച്ഛൻ ഏതാനും നാളുകൾക്ക് മുമ്പാണ് പറഞ്ഞത്. അത് ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങി. ഓൾറെഡി അങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന പലരും അവർക്ക് കിട്ടിയ സൗഖ്യങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലും ഈ നാളുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാറാ രോഗങ്ങൾ, ഓട്ടിസം, ഇങ്ങനെ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, ഇതിനൊക്കെ നിങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാല ദീർഘനാൾ നിയോഗം വെച്ച് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഈ ദിവസങ്ങളിൽ വീണ്ടും അച്ഛൻ ഈ ഒരു ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശം, ഈ അത്ഭുത ജപമാലയുടെ ഒരു അഭിഷേകം ഒരു പാട്ടിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതൊരു ദൈവസ്വരമായിട്ട് ഈ പാട്ട് കർത്താവ് തരികയാണ്. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ആ പാട്ടിൻ്റെ വരികൾ: എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഈ ഗാനത്തിൻ്റെ വരികൾ, ഓരോ സ്റ്റാൻസുകളും ഓരോ വരികളും അതിൻ്റെ അഭിഷേകമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ലഭിക്കുക എന്ന് ഈശോ പറയുക. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും, നിന്റെ
നിന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഭിന്നമായി പോകുന്ന അനുഭവം ഉണ്ടാവും. നിന്റെ ആരോഗ്യ മേഖല അനുഗ്രഹിക്കപ്പെടും, നിന്റെ ശരീരം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മനസ്സ് ആത്മാവൊക്കെ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, ഈ മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. വായ്പ വാങ്ങാൻ ദൈവം ഇടവരുത്തില്ല, കൊടുക്കാൻ നിനക്ക് സമൃദ്ധി തരിക. മാത്രമല്ല എല്ലാ ആത്മീയ ഭൗതിക മേഖലയിൽ നിനക്ക് ഉയർച്ച വരുമെന്ന ശക്തമായ ദൈവിക സന്ദേശമാണ് ഈ പാട്ടിൻ്റെ വരികളിലൂടെ, ഈ പാട്ടിൻ്റെ അഭിഷേകം തന്ന് കർത്താവ് ഈ ശുശ്രൂഷ കാണുന്നവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ കാണുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വലിയ വിശ്വാസ ചൈതന്യത്തോടെ അതിലൂടെ പരിശുദ്ധാത്മാവിന് വലിയ കൃപ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് മനസ്സിനെ നന്നായി കുമ്പസാരിച്ചൊരുങ്ങി ഉപവസിച്ചൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും. അങ്ങനെ ഒരു ഒരുക്കത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ഈ അത്ഭുത ജപമാലയുടെയും സന്തോഷത്തിലൂടെയും ദൈവം നിങ്ങളെ സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ ശബ്ദമേർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചത്തെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവെ സുഖപ്പെടുത്തണമേ, ദൈവമേ സുഖപ്പെടുത്തണമേ. അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാം. കർത്താവിനെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. എന്നാൽ അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഹാലലുയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദിവികാനത്തിലേക്ക് നോക്കി സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ സൗഖ്യത്തിന് വേണ്ടി സ്തുതിക്കുന്നു. ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിയമാവത്തനം 4:31 വചനത്തിന് അഭിഷേകം നേടട്ടെ. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. നിയമാവത്തനം 4:31 വചനത്തിന്റെ അഭിഷേകം, കരുണയുടെ അഭിഷേകം വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, രക്തസാക്ഷികളെ, അകാലത്തിൽ മരിച്ചുപോയ കുഞ്ഞു പൈതങ്ങളെ, സഭയിലെ വണങ്ങപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ടവരെ, പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈ അത്ഭുതമായ ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി, ഈ ലോകം മുഴുവന് വേണ്ടി ദൈവസനയെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. ധ്യാനസനത്തിന് വേണ്ടി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളും മിത്രങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഈ ജപമാലയിൽ സമർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. സ്വർഗവാസികളോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ കന്യാമറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
വിശുദ്ധനായ മിഖായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ റഫായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മാനവദൂതന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സ്തെഫാനോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അഗസ്തീനോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ തോമയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യോസേഫേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മത്തായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മാർക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലൂക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യോഹന്നാനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യാക്കോബേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബർനാഡേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബെനഡിക്റ്റേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം മഗ്ദലേന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അഗ്നസ്തേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലോറൻസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്ലാരയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അൽഫോൻസമാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അന്നായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ വെറോനിക്ക പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഹല്ലേലൂയ 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 കരവീശി. ഹല്ലേലൂയ 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 ഇരുകരവും സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹിയ 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 ഹിയ. സകല വിശുദ്ധരെ സകല മാലാഖമാരെ രക്തസാക്ഷികളോട് ചേർന്ന് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അത്ഭുതമായി പങ്കെടുക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പോരാ, നമ്മുടെ നാടിന് വേണ്ടി അപേക്ഷിക്കണമേ. രാഷ്ട്ര നേതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭ മാർപ്പാപ്പ കർദിനാൾമാരും മെത്രമാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, വീടിന്റെ 4 അതിരുകൾ, വസ്തുക്കൾ, വാഹനങ്ങൾ, വാഹനങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഷിയാറിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യാമന്റെ മുഖ്യദിവസം വികാന്വേശം ഉപദേശം അപ്പാന്റെയും സകല മാലാമാരുടെയും വിശുദ്ധയും രക്തസാക്ഷികളും മന്ത്രയുടെയും മദ്രസയിൽ ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധ മാമോദിസ പൗരോഹിത്യത്തിൽ എനിക്ക് ലഭിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിൽ ആസ്വദിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളും അന്ധകാര ശക്തിയും ആജ്ഞാപി കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തിയെ, നാരിക ശക്തിയെ, തിന്മയിൽ ആധിപത്യ മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അക്ഷര പാപങ്ങളെ, ശാപങ്ങളെ, കൈവിഷങ്ങളെ ശക്തികളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ സ്ഥലങ്ങൾക്കോ വ്യക്തികൾക്കോ ഈ അത്ഭുതമായി ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്ന അവർക്കോ ഏതൊരു അസ്വസ്ഥ തടസ്സം തകർച്ചുണ്ടാകുന്ന എല്ലാ ശക്തികളെയും സ്വാധീനങ്ങളെയും കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും വ്യക്തികളും
ധ്യാനത്തിൽ നിന്ന് ഉച്ചാരണം ചെയ്യും. കർത്താവിന്റെ കുരിശിന്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും വ്യക്തികളും പ്രവേശിച്ചു വന്ന കർത്താവായ യേശുവിന്റെ ദിനത്തം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും വ്യക്തികളും ഈ ധ്യാനമണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും സംരക്ഷകമായിരിക്കട്ടെ. പരിശുദ്ധ കന്യാപന്റെ സകല മാലാമാരുടെ വിശുദ്ധയും ആദ്യ സംരക്ഷണവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും വ്യക്തികളും ആവലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സത്യ ഞങ്ങൾ ഞങ്ങളുടെ ഭവനവും സ്ഥാപനവും സ്ഥലവും വ്യക്തികളും ഈ എൽറുഹ ധ്യാനമണ്ഡലത്തിൽ കാണുന്ന ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കാരുടെ പ്രിയപുത്രം പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രം സമർപ്പിക്കുകയും ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിളിച്ച് 3 പ്രാവശ്യം ഉച്ചത്തില് യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കും. ഓ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൽറുഹായെ ഞങ്ങളിൽ വന്ന് നിറയണമേ. തുടർന്ന് വരുന്ന ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. ജപമാലയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, തുടർന്ന് വരുന്ന നൊവേനയിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം, ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. സാക്ഷ്യ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. കരമടിച്ചുകൊണ്ട് ആത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചു. കരോളിയത്തിലെച്ച് പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഈ കരമത്ത് സ്തുതിച്ച് ഹല്ലേലൂയ 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 എല്ലാവരും സമർപ്പിച്ച് സ്തുതിക്കുക. ഇതേ സമയം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുത്തിലേക്ക് സമർപ്പിക്കുക. എന്താണ് സമർപ്പിക്കേണ്ടത്? നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായി സമർപ്പിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങളെ സമർപ്പിക്കുക. വിഷമങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെ സമർപ്പിക്കുക. നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൽറുഹ ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കുക. ഇവിടുത്തെ ഓരോ ശുശ്രൂഷയിൽ അത്ഭുതമായ വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കും. താമസമുള്ള എൽറുഹ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കും. ഏകദിന എൽറുഹ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കും. ശാലോമിലെ എൽറുഹ ദൈവവും വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് സ്തുതിക്കുന്നു. ജീവിത പങ്കാളി, മക്കളും മാതാപിതാക്കളെ സമർപ്പിക്കുക. പഠിക്കുന്നവരെ സമർപ്പിക്കും. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവരെ സമർപ്പിക്കും. പലവിധ മാറാ തീരാ വ്യാധികളിലൂടെ കടന്നുപോകും. കരബാധ്യതയുള്ളവരെ, കീറാമുട്ടി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ പാട്ടുപാടുന്ന സഹോദരനെ സമർപ്പിക്കും. എല്ലാ പ്രേക്ഷകരെ, ശുശ്രൂഷകരെ, അൽമായ പ്രേക്ഷകരെ സമർപ്പിക്കും. വൈദിക വിദ്യാർത്ഥികളെ, സിസ്റ്റേഴ്സ് പഠിക്കുന്നവരെ സമർപ്പിക്കും. കുടുംബങ്ങൾ നല്ല ദൈവങ്ങളെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ എന്ന് 3 പ്രാവശ്യം വിളിച്ച് പരിശുദ്ധാത്മാവേ 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 ആത്മാവേ. കരമടിച്ചുകൊണ്ട് ആത്മാവ് നിറയട്ടെ. വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ, വിശ്വാസത്തോടെ ജീവിക്കാനുള്ള കൃപ, തിരിച്ചു വയ്ക്കാനുള്ള കൃപ, കുർബാനയുടെ അഭിഷേകം ആത്മാവ് തന്നെ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആവർത്തിക്കും. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. കരണത്തെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഗലാത്യ 6:15 വചനം അഭിഷേകം നിറയട്ടെ. ഹാലുലി ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഹാലുലി അലുലി അലുലി അലുലിയ. തിരിച്ചുവയ്ക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവെ തരണമേ. സഹന ശക്തി തരണമേ പരിശുദ്ധാത്മാവേ. ആത്മഹത്യ ചിന്തകൾ വിട്ടുപോട്ടെ പരിശുദ്ധാത്മാവേ. ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാൻ സ്വഭാവം മാറിപ്പോട്ടെ പരിശുദ്ധാത്മാവേ. ആലുലി അലുലി 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 അലുലിയ. വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൻ സൗഖ്യങ്ങളും വൻ കൃപകളും മഹാത്ഭുതങ്ങളും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ. അപ്പോസ്തലർ 5:10, അപ്പോസ്തലർ 4:30. പിതാവായ പരിശുദ്ധാസന യേശു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരം സംഭവിക്കുക. അവരുടെ കരങ്ങൾ നീട്ടണമേ. അവരുടെ വചനം ദൈവങ്ങളെ വിശ്വസിക്കുക. ദാസനെ ശക്തിപ്പെടുത്തണമേ. എല്ലാ എൽഗോവ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്ന ഭർത്താവേ. സഭ ലതാമാബാബ അപ്പോസ്തലന്മാരുടെ കരം വഴി ജനമത് വളരെ അത്ഭുതം അടയാളം സംഭവിച്ചുകൊണ്ടിരുന്നു. ഈ വചനത്തിന്റെ അഭിഷേകം എല്ലാ എൽഗോവ ശുശ്രൂഷകളും നിലയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭർത്താവേ. അപ്പോസ്തലന്റെ കരം വഴി അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തലർ 19:11 വചനത്തിന്റെ അഭിഷേകം നിലയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ ലതാമാബാബ. ഇത് കണ്ടുകൊണ്ടെങ്കിൽ അക്രൈസ്തവരായ മക്കളെ അനുഗ്രഹിക്കണം ഭർത്താവേ. എല്ലാവരും പരിശുദ്ധാത്മ നിറയട്ടെ നിറയട്ടെ. പോരല്ലോ സുധിച്ച് ആളുലി അലുലി 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 അലുലിയ. ബന്ധനങ്ങൾ കെട്ട് അഴിയുന്നവരെ സുധിക്കുക. തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. തെറ്റായ ബോധ്യങ്ങൾ, ചിന്തകൾ, മനോഭാവങ്ങൾ മാറിപ്പോട്ടെ. രോഗശാന്തി തടസ്സങ്ങൾ വിട്ടുപോട്ടെ. പഠന തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് യേശുനാമത്തിൽ മാറിപ്പോട്ടെ. Hallelujah, 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 hallelujah. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്താം. ജപമാല കരങ്ങളെടുക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് മാതാവ് വഴി നമുക്ക് ലഭിക്കുക. ഈ നാളിതുവരെ നടത്തിയ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയിലൂടെ അത് സ്ഥിരം കാണുന്നവർക്കറിയാം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് വാരിക്കോരി മാതാവ് ഈ ലോകം മുഴുവനും വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ ലോകരാജ്ഞിയാണ്, ഈ ലോകനാഥയാണ്, നമ്മുടെ മാതാവാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മുഴുവനും മാതാവ് വഴി നമുക്ക് ഈശോയുടെ സന്നിധി നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം ദൈവം നമുക്ക് തരും. വിശ്വസിക്കാം. വലിയൊരു ആശാ സങ്കേതമാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയിലുള്ള ആശ്രയം നമ്മൾ വീണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മൾ കത്തോലിക്ക സഭയിലെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സമയം വലതു കരത്തിൽ ജപമാല ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡ സഹിച്ച് കുരിശിലറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിറങ്ങി മരിച്ചവരിടുന്ന് മൂന്നാം നേരത്ത് സ്വർഗ്ഗത്തിലേക്ക് നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമാദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം നിറയാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ ഉടയസ്കളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.
കർത്താവ് അങ്ങയുടെ ഉടയസുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, അറിവിന്റെ വരം, ജ്ഞാനവരം, വിശ്വാസവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം, പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ഞങ്ങൾക്കും ഞങ്ങളാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി അമ്മേ മാതാവ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ ഉടയസുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മൾ ആദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മരിച്ചുപോയവർ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ ആത്മാക്കൾ, അബോർഷൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികൾ, ഇവരെയൊക്കെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ തന്നെ മരണത്തെ നമുക്ക് നോർക്കാം. മരണത്തെ പറ്റിയുള്ള ധ്യാനം അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ധ്യാനമാണ്. ഇന്ന് ഞാൻ, നാളെ നീ. നമുക്കിവിടെ നിലനിൽക്കുന്ന ഭവനം ഒന്നും തന്നെയില്ല. ഒരല്പകാലത്തേക്ക് നമ്മൾ പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നമ്മൾ എന്ന ആ ബോധ്യത്തിലേക്കൊന്ന് ഈ സമയം ഒന്ന് കടന്നു വരിക. നമ്മൾ ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ടായിരിക്കുമെന്ന് ഈ സമയം നമ്മൾക്കൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അല്പകാലത്തേക്ക് മാത്രമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട്, ഇതൊക്കെ നശ്വരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. അതോർത്ത് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ പരിപൂർണമായിട്ട് ക്ഷമിക്കുക. നമ്മുടെ സമ്പത്ത്, അതൊക്കെ ദാനധർമ്മം, ദശാംശം, അതൊക്കെ കൊടുക്കാനായിട്ട് ഇപ്പോൾ തന്നെ തീരുമാനം എടുക്കുക. പിന്നെ സ്വാർത്ഥത, നമ്മുടേതായ എല്ലാ പാപത്തിൻ്റെ മേഖലകൾ, നമ്മൾ മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ അല്പം കഴിഞ്ഞാൽ മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും എന്നൊക്കെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പരിപൂർണമായിട്ട് ക്ഷമിക്കുക, സ്നേഹിക്കുക, എല്ലാവരും ഉൾക്കൊള്ളുക, എളിമപ്പെടുക, ക്ഷമ ചോദിക്കുക, അങ്ങനെ എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു വിശാലമായ മനസ്സിലേക്ക് നമ്മൾ കടന്നു വരികയാണ്, ഒരു ആശയത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് ഈ മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു വലിയൊരു, അതുകൊണ്ട് ജീവിതത്തെപ്പറ്റി നീ എപ്പോഴും ഓർക്കുക, എന്നാൽ നീ പാപം ചെയ്യുകയില്ലെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെപ്പറ്റി നമുക്ക് ഓർക്കാം. ഒപ്പം തന്നെ മരിച്ചുപോയി എല്ലാവരെയും നമുക്കൊന്ന് ഓർക്കാം. ആരോരും പ്രാർത്ഥിക്കുക, ശുദ്ധീകരണ ആത്മാക്കൾ, ശരിയായ പ്രാർത്ഥന കിട്ടാത്ത ആത്മാക്കളെയൊക്കെ സമർപ്പിക്കുക. പല പാരമ്പര്യ രോഗങ്ങളും കുടുംബ തകർച്ചകൾ, അസ്വസ്ഥതകൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതാണെന്നുള്ളത് എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ടുള്ള കാര്യമെന്നറിയോ. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ബലിയർപ്പണം, എങ്ങനെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ജപമാലയിലും കരുണക്കൊന്തയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. ഈ മരിച്ചവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പാപപരിഹാര പ്രവൃത്തികളായ ദശാംശം, ദാനധർമ്മം കൊടുക്കുന്നതൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ്. മരിച്ചവരോടുള്ള കടമ മറക്കരുത് എന്ന് കർത്താവ് പ്രഭാഷകന്റെ പുസ്തകം 7:33 നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈശോ വിശുദ്ധ ജത്രുവിനെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന വിശേഷപ്പെട്ട പ്രാർത്ഥനയാണ്. എല്ലാവരും ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെ എല്ലാ മക്കൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു. ആമേൻ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാധിക്കുന്നവരെല്ലാം ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അത്ഭുത ജപമാലയുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പിന്നെ 2 ഗണമായിട്ടല്ല ചെല്ലുക, ഒരൊറ്റ ഗണമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതെല്ലാം നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സാധിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗത്തോടെ, ഒരൊറ്റ മനസ്സോടെ, ഒരേ ലക്ഷ്യത്തോടെ, നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ച്, ഒരേ സ്നേഹത്തെ വർദ്ധിച്ച്, ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഫിലിപ്പി 2:2 ഈ വചനത്തിൻ്റെ അഭിഷേകത്തോടെ യോജിപ്പോടെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മളിതാ പല സ്ഥലത്തിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? ദൈവം തീർച്ചയായിട്ടും കേൾക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരും. പ്രത്യേകിച്ച് യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ആ ഒരു വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ. ആത്മാളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. വാദമൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ വേഗത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ ഉച്ചത്തിൽ വേഗത്തിൽ പറഞ്ഞ് സ്തുതിക്കുന്നു. ഭാഷയുള്ള ഭാഷാതി സ്തുതിക്കുന്നു. പരസ്പരം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തബലതമ ബബതബ ഹാല ബല 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 ശിദിദിദിദിദിദിദി 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 ശിദ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 ി ശിദ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 ി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിദ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 ി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ദുഃഖത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയെ ചവിട്ടിക്കൊണ്ട് അടിക്കുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവസം നമ്മൾ പ്രധാനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഈ സമയം സമർപ്പിക്കുക. പലവിധ നിയമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഒത്തിരിയേറെ നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളും നിയമങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശ്വര തിരുത്തിലേക്ക് ഈ സമയം ഒന്ന് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
സമർപ്പിച്ചതിന് ശേഷം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, കർത്താവേ, എന്നെപ്പോലെ ഇതേ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു 50 ലക്ഷം പേരെ കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിൻ്റെ ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു. വെറുതെ തിരിച്ചു കൊടുക്കല്ല, അത് ഇരട്ടിയായി കൊടുത്തു. മധ്യസ്ഥ പ്രാർത്ഥന, ഇത് ലോകം മുഴുവന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് അത്ഭുതങ്ങളുടെ ജപമാല. അത്ഭുത ജപമാല ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മെപ്പോലെ അതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് മധ്യസ്ഥ പ്രാർത്ഥനയായി തീരുകയാണ്. ദൈവം, സ്വർഗം, പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിങ്ങൾ അപേക്ഷകളും യാചനകളോടുകൂടി എപ്പോഴും എല്ലാവർക്കും വേണ്ടി, നിങ്ങളെല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന ഉപകാരസ്മരണം അർപ്പിക്കണമെന്ന് ആദ്യമേ ഞാൻ ആഹ്വാനം നൽകുകയാണെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുക. അതുകൊണ്ട് സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുക. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സ്നേഹമുണ്ടോ നിൻ്റെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, സഭയോട്, സഹോദരങ്ങളോട്, എൽറുഹ ധ്യാന കേന്ദ്രത്തോട്, ഇവിടെയുള്ള വൈദികരോട്, സിസ്റ്റേഴ്സിനോട്, നിങ്ങൾ തീർച്ചയായിട്ടും പാപികളുടെ മാനസാന്തരം സ്നേഹം ഉണ്ടെങ്കിൽ ഉടനെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന വരും. അതുകൊണ്ട് സ്നേഹമുള്ള മക്കളാണ് ഈ അത്ഭുതജപമാല പങ്കെടുക്കുക. ഈ അത്ഭുതജപമാല സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്, മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. സ്വന്തം സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. യോഹന്നാൻ 15:13. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ മനസ്സിലോർക്ക് ഈശോ എന്നെപ്പോലെ സ്ഥലവിൽപ്പന തടസ്സം, ജോലി തടസ്സം, അങ്ങനെ പല രോഗപീഠകൾ അങ്ങനെ അനുഭവിക്കുന്ന അനേക കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു 50 ലക്ഷം പേരെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ഇരു കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തിരിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രതാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ.
പിതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരാ ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശ്വസിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. ചേർന്ന് പാടി. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. ഇരു കരങ്ങളെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരിരി പോരാ. ഷിയാ റിയാ 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 റിയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാ തുറന്ന് സ്തുതിക്കുന്നു. ശരി, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് നമ്മെ പോലെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ആരും ശ്രദ്ധിക്കാതെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശരി, കൊച്ചുകുട്ടികളൊക്കെ ശ്രദ്ധിക്കട്ടെ, യുവതി യുവാക്കന്മാര് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സബഹാല ബാല 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 ബാല. ശിരിരിരിരിരി 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 ശിരിരിരിരിരി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യ കാരണത്തിന് ദുഃഖത്തിന്റെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ തലയിൽ മുൾമുടി ധരിപ്പിക്കുന്നു എന്നതും നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെല്ലാം. ഈ രഹസ്യം നമ്മൾ ഉദാനമായി സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ തന്നെ പാപത്തെ ആദ്യം തന്നെ ഓർക്കാം. നമ്മുടെ തന്നെ തഴക്കദോഷങ്ങൾ, പാപാവസ്ഥകൾ, നമ്മുടെ ജഡിക പാപങ്ങൾ, മറ്റെല്ലാ മൂലപാപങ്ങൾ ഒക്കെ ഈ സമയം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുക. വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ ഒരു വിശുദ്ധയാക്കണേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുക. കർത്താവിന് ഈ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? പക്ഷേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, അപ്പം ഞാൻ നിർമ്മലനാകും. കർത്താവിനോട് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ മാലിന്യങ്ങളും ശുദ്ധീകരിക്കപ്പെടും. SK 36:26 ഈശോയോട് പറയും, ഈശോയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പാപികളെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തിലെ സ്വന്തത്തിലെ അയൽപ്പക്കത്ത്, കുടുംബ ബന്ധങ്ങളിൽ, കുടുംബത്തിൽ തന്നെ പലവിധ പാപജീവിതം നയിക്കുന്ന, പൈശാചിക പീഡയുള്ള, വഴിവിട്ട ജീവിതം നയിക്കുന്ന, വിശ്വാസമോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ താന്തോന്നികളായി ജീവിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവയിൽ, രൂപതയിൽ, നമ്മുടെ അറിവിൽ, അയൽപ്പക്കത്ത്, നമ്മുടെ നാട്ടിൽ, ലോകത്ത് ഭീകരപ്രവർത്തകർ, യേശുക്രിസ്തുവാണ് ഏകദൈവം, സത്യദൈവം എന്ന് അറിയാത്തവർ, അവരെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരെയും സത്യം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശു ഏകരക്ഷകൻ, ആ വിശ്വാസം വരട്ടെ. സ്നേഹമുള്ളവരെ, ഈ ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി മക്കളെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തി കടന്നു പോകുന്ന സമയത്തിലൂടെ കടന്നു പോവുക. എല്ലാ അനുഗ്രഹങ്ങളും കൂടി അവസാനം ഈ ശുശ്രൂഷയുടെ അവസാന അച്ഛൻ വെളിപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. കർത്താവ് നമ്മെ തൊട്ട് അനുഗ്രഹിക്കുന്ന സമയത്തിലൂടെ കടന്നു പോവുക. അതുകൊണ്ട് മുഴുവൻ സമയം പ്രാർത്ഥനയിലായിരിക്കുക. സ്തുതിക്കാനായിട്ട് പറയുമ്പോൾ, ഓരോ രഹസ്യങ്ങൾ കഴിയുമ്പോൾ സ്തുതിക്കാൻ പറയും. ആ ഏതാനും മിനിറ്റുകളോ സെക്കൻഡുകളോ സ്തുതിക്കാൻ പറയുമ്പോൾ അറിയാവുന്ന പോലെ അവിടെ ഇരുന്നുകൊണ്ട് സ്തുതിക്കുക. അത് നീ കിടന്നുകൊണ്ടാണെങ്കിൽ കിടന്നുകൊണ്ട് സ്തുതിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത്, ഹോസ്പിറ്റലിലോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ വായി തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. കാരണം നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാലയുടെ അഭിഷേകം നമ്മിൽ വന്ന് നിറയുന്നത് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ്, സ്തുതിക്കുമ്പോഴാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ഈ സമയം പ്രത്യേകമായിട്ട് നമ്മുടെ തന്നെ പാപാവസ്ഥകളെയും എല്ലാ പാപജീവൻ നയിക്കുന്ന എല്ലാ പാപികളെയും സമർപ്പിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ പറ്റി എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ പറ്റി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ഒരു പാപി അനുദപിക്കുമ്പോൾ സ്വർഗം അങ്ങോട്ട് സന്തോഷം കൊണ്ട് നിറയുകയാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ളൊരു മാർഗ്ഗമാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ സ്വർഗത്തിൽ എത്രയോ സന്തോഷമായിരിക്കും. അതിൻ്റെ നന്മകളൊക്കെ നമുക്ക് ദൈവം തരും. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ പാപവും മറ്റെല്ലാവരുടെയും പാപമേഖലകളൊക്കെ സമർപ്പിച്ച് ഈ സമയം മാനസാന്തരത്തിന് വേണ്ടി പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ,
ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരകാൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശ്വസിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കീഴും നമ്മേ. ഇരുകരങ്ങളെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമേത്തെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ത്യാഗത്തോടെ സ്തുതിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും അവരുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Hallelujah, hallelujah. Swarno sudiche. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. പരിശുദ്ധ പരമാ ദിവ്യകാരണത്തിന്
ദുഃഖത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 4-ാം ദിവസത്തിൽ ഈശോ കുരിശുമെന്ന ഗാഗുൽത്താ മലയിലേക്ക് പോകുന്നു എന്നതും നമുക്ക് ധ്യാനിക്കാം. ഈ ദിവസം നമ്മൾ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ലക്ഷ്യം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായി 6:33 നമ്മൾ കാണുകയാണ്. എന്താണ് രാജ്യം എന്ന് വെച്ചാൽ, ദൈവരാജ്യം എന്നാൽ തിന്നലും കുടിക്കലല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ പ്രാർത്ഥനയുടെയും കൂദാശകളുടെ എല്ലാറ്റിൻ്റെയും ലക്ഷ്യം. ഈശോ തന്നെ ഈ ഭൂമിയിലേക്ക് വന്നതും മരിച്ചതും പാടുപീഠ സഹിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തതൊക്കെ ഈശോ പറഞ്ഞിരുന്നു, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഈ സഹായകൻ്റെ സഹായം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഈശോ പറയുന്നുണ്ട്. എന്നേക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കാം, മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് ഈശോ പറയുകയാണ്. ഈ സഹായകൻ്റെ സഹായം നമുക്ക് തേടാം. ഈ സമയം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ നിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ശുശ്രൂഷ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക. വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വാസ, സൗമ്യത, ആത്മസമയം തുടങ്ങിയ പരിശുദ്ധ ഫലങ്ങൾ, ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി നമ്മൾ ഈ ജപമാലയുടെ ആരംഭത്തിൽ സമർപ്പിച്ച ആ നിയമങ്ങൾ പ്രത്യേകം സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങൾ അതെവിടെ നമ്മിൽ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ മാത്രമല്ല, ലോകം മുഴുവനിലും എല്ലാ അക്രൈസ്തവരായ മക്കൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ അധികാരികൾ എല്ലാവരും പരിശുദ്ധാത്മ നിറയട്ടെ. നമ്മുടെ ശത്രുക്കളും മിത്രങ്ങൾ പരിശുദ്ധാത്മ നിറയട്ടെ. അവരെയൊക്കെ സമർപ്പിക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. ശത്രുക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശത്രുക്കൾക്ക് ജോലി കിട്ടാനോ അവരുടെ വീട് പണി തീരാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ശത്രുക്കൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ശത്രുക്കളുള്ളവരൊക്കെ സമർപ്പിച്ചേൻ. ആ മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കും. കർത്താവ് ക്ഷമിക്കാൻ പഠിപ്പിക്കണേ, ശത്രുക്കളോട് ക്ഷമയെ ചോദിക്കാനായിട്ട് പഠിപ്പിക്കണേ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് ഈ സമയം ഈ എല്ലാ തിരുസഭയെ സമർപ്പിക്കുക. മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാമാർ, വൈദികർ, വചനപ്രഘോഷകർ, ധ്യാനമന്ദിരങ്ങൾ, കൺവെൻഷനുകൾ എല്ലാം സമർപ്പിക്കുക. എല്ലാ വൈദികരെ സിസ്റ്റേഴ്സിനെ സമർപ്പിക്കാം. ആത്മായ ശുശ്രൂഷകർ, എല്ലാ ധ്യാനമന്ദിരങ്ങളും എല്ലാവരും ധ്യാനഗുരുക്കന്മാർ പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് സമയം പ്രാർത്ഥിച്ചേൻ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു ധ്യാനമന്ദിരത്തെ ഏൽറുഹ ധ്യാന കേന്ദ്രത്തെ സമർപ്പിച്ചേൻ. ഇവിടുത്തെ ഓരോ വൈദികരെയും സിസ്റ്റേഴ്സിനെ ആത്മായ പ്രവേശിച്ചത്, നല്ല നല്ല വൈദികർ, സിസ്റ്റേഴ്സ്, ആത്മായ പ്രവേശിച്ചവർ, ശുശ്രൂഷകർ, ഈ ധ്യാനമന്ദിര കൗൺസിലേഴ്സ്, മധ്യസ്ഥ പ്രാർത്ഥനക്കാർ, മറ്റെല്ലാ ഈ ധ്യാനമന്ദിരത്തെ സാമ്പത്തികമായും പ്രാർത്ഥനയുടെ സഹായിക്കാൻ പറ്റിയവർ, അതിന് പറ്റിയ ആളുകൾ ഈ ധ്യാനമന്ദിരം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേൻ. ഈ ധ്യാനമന്ദിരം സാമ്പത്തികമായും പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇവിടേക്ക് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ഇവിടെ എഴുതി സമർപ്പിച്ചവർ, ഫോണിലൂടെ ചോദിക്കുന്നവർ, അവരൊക്കെ അവരുടെ നിയോഗങ്ങളൊക്കെ നമുക്ക് ഈ സമയം സമർപ്പിക്കുകയാണ് കേട്ടോ. താമസുള്ള ഏൽറുഹ ധ്യാനത്തെ സമർപ്പിക്കാം. ഏകദിന കൺവെൻഷൻ എല്ലാ ശനിയാഴ്ചയുള്ള ഏകദിന ഏൽറുഹ ബൈബിൾ കൺവെൻഷനെ സമർപ്പിക്കാം. ഇവിടുത്തെ ഓൺലൈൻ ശുശ്രൂഷകളായ അത്ഭുതമാല, വിശുദ്ധ അന്തോണീസ് നൊവേനപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയെ സമർപ്പിക്കുക. അതിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുക അവർക്ക് അത്ഭുത പെരുമാൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. അപ്പസ്തലർ 5:12, അപ്പസ്തലർ 4:30, അപ്പസ്തലർ 19:11 ഈ വചനങ്ങളുടെ അഭിഷേകം ഈ ധ്യാന ശുശ്രൂഷയിലൊക്കെ ഏൽറുഹ എല്ലാ ശുശ്രൂഷയിലും ഇടവക ധ്യാനങ്ങൾ കൺവെൻഷനിലൊക്കെ നിറയട്ടെ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് ഏൽറുഹ ഈ ധ്യാനത്തിൻ്റെ പേര്, ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് ദൈവാത്മാവ്, ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കാൻ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ലോകം മുഴുവനെയും എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, 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 നിറയട്ടെ. ഒരാളെ പോലും മാറ്റിവെക്കാതെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈ ഒരു പ്രാർത്ഥനയോടെ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഈ പ്രാർത്ഥനകൾ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേൻ. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് നിറയണമേ. വൻ കൃപകള്, വൻ സൗഖ്യങ്ങള്, മഹാത്ഭുതങ്ങള് ഞങ്ങളുടെ ജീവിതത്തില് വർഷിക്കണമേ. ഒരുമിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തന്നെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരാ ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശ്വസിയാങ്ങി സഹായം ഉടലാശമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കേൾക്കണേ രോദനങ്ങൾ, ചേർന്ന് പാടിയൻ. നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. ഇരുകരങ്ങൾ സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലദാന വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തും ഒത്തിരിയേറെ ധ്യാനങ്ങൾ കൺവെൻഷനുകൾ നടത്തപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങള്, കേട്ടാ സമ്മതിക്കാത്ത അത്ഭുതങ്ങള്, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങള് ഓരോ ഏൽറുഹ ശുശ്രൂഷകളിലും സംഭവിക്കട്ടെ. ഷിയാ റിയാ 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 റിയാ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും തുറന്നമേ, അഭിഷേകത്താ നിറയ്ക്കണമേ, തിരത്തത്താ കഴുകണമേ. ഹാലുലി ആലുലി ആലുലി ആലുലിയ ഹാലുലി ആലുലി 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 ആലുലിയ. ശബഹാല ബാല 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 ശബലത മംബാത ബാലത ബഹല ഹാല ശബലതി മിപിക്കല ദബാല സികല ദമമ ദബികല ഹാലബ ശിദിദിദിദി ആലുലി 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 ശബഹാല ബാല ബമബത ബാല ദമബത ബാല ദബബ ശിബിക കെബികല ദിബാല സികല ദിബാല ദമമ ദബല ഹാലബ ശിദിദിദിദി ആലുലി 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 ശിദ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 ി ആലുലിയ 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 ശിദിദിദിദിദിദി ശിദിദിദിദിദി ശിദിദിദിദിദിദി. പരിശുദ്ധ പരമാ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും
5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ സന്നിധി നമുക്ക് സ്വസ്ഥാന്ത ശാന്തമായിട്ടിരിക്കാം. 5-ാം ദിവസം ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവസം നമ്മൾ പ്രധാനമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം രോഗികളായ എല്ലാ മക്കളും അവരുടെ രോഗപീഠകളെ സമർപ്പിക്കുക. ആന്തരിക മുറിവുകൾ, ആന്തരിക രോഗങ്ങൾ, അതായത് വൈകാരിക രോഗങ്ങൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടവാടി സ്വഭാവം, ആത്മഹത്യ ചിന്തകളൊക്കെ സമർപ്പിക്കുക. ആത്മഹത്യ ടെൻഡൻസി ഉള്ളവരൊക്കെ ഉണ്ട്, അതൊക്കെ കർത്താവ് ദൈവം എടുത്തു മാറ്റുകയാണ്. മറ്റ് അപകർഷതാബോധം അങ്ങനെയുള്ള മറ്റ് മേഖലകളൊക്കെ സമർപ്പിക്കുക. പിന്നെ നമ്മുടെ ചെറുതും വലുതുമായ മറ്റ് രോഗപീഠകൾ, ശാരീരിക രോഗങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന്, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ ബാധിച്ചവർ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ദുഃഖ, ആന്തരേന്ദ്രിയം, ബാഹ്യേന്ദ്രിയം, ചെറുതും വലുതുമായ രോഗപീഠകൾ, ഹോസ്പിറ്റലായിരിക്കുന്നവർ, ഓപ്പറേഷൻ പറഞ്ഞവർ, ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നവർ, ഇനി വൈദ്യശാസ്ത്രം ഇനി പറ്റില്ല എന്ന് വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഉപയോഗിച്ചവർ, കഴിക്കുന്ന മരുന്നുകൾ, ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, അങ്ങനെ ശുശ്രൂഷിക്കുന്നവർ, ഇവരൊക്കെ ഒന്ന് സമർപ്പിച്ചൻ. മരുന്നോ ലേപനോ ഔഷധമല്ല, എല്ലാവരും ചൂടുന്ന വചനമാണ് അവിടുന്ന് സൗഖ്യപ്പെടുത്തുക. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോയുടെ മുറിവിലേക്ക് നമ്മുടെ മുറിവുകളും രോഗങ്ങളൊക്കെ സമർപ്പിച്ചോ. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് രോഗശാന്തി തരും. നമ്മൾ ആഗ്രഹിക്കണം, ദാഹിക്കണം, പ്രാർത്ഥിക്കണം, ചോദിക്കണം. എൻ്റെ മകനെ, മകളെ, നീ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ, നിരാശപ്പെട്ടു പോകാതെ, അവർ ഡിപ്രസ്ഡായി തീരാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവൻ നിന്നെ സുഖപ്പെടുത്തും. പ്രഭാഷകൻ 38:9 വിശ്വസിക്കുക. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന യോഗ്യ സൗഖ്യപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്ത കർത്താവിനോട് ക്ഷമിക്കും. അങ്ങനെ രോഗശാന്തി കിട്ടാൻ കർത്താവ് ചില കണ്ടീഷൻസ് പറയുന്നത്, പരിപൂർണ്ണമായിട്ട് ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും മാരക പാപങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുവരെ മര്യാദയ്ക്ക് തുറന്ന് കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ തുറന്നൊരു കുമ്പസാരം നടത്താൻ തീരുമാനമെടുക്കുക. പാപം ഇപ്പോഴും രോഗശാന്തിക്ക് തടസ്സമായി നിൽക്കും. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് നിങ്ങളിൽ കുറേ പേരൊക്കെ രോഗികളായി തീർന്നു എന്നാണ് സങ്കീർത്തനം 107:17 എഴുതി വച്ചിരിക്കുക. നിൻ്റെ പാപം തന്നെ വേട്ടയാടെന്ന് പറഞ്ഞുള്ളൂ എന്ന് സംഖ്യ 32:23 എഴുതി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പാപം തീർച്ചയായിട്ടും നമുക്ക് രോഗം കൊണ്ടുവരും. അതുകൊണ്ട് എന്തെങ്കിലും പാപം ശരിയായ രീതിയിൽ, അതിൻ്റെ പച്ചയായ രീതിയിൽ, അതിൻ്റെ സീരിയസ്നെസ്സോടെ ഒരു തുറന്ന കുമ്പസാരം നടത്തിയിട്ടില്ലെങ്കിൽ ഇതാ തുറന്ന കുമ്പസാരം നടത്താൻ ഈശോ പറയുകയാണ്. എത്രയോ സാക്ഷ്യങ്ങളാണ് എൽ റുഹയിൽ കുമ്പസാരത്തിന് ശേഷം സൗഖ്യം കിട്ടിയ എത്രയോ അനുഭവങ്ങൾ, എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ. ഒരു തുറന്ന കുമ്പസാരം രോഗശാന്തി തരും. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുക, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യാക്കോബിൻ്റെ ലേഖനം 5:16 പറയുകയാണ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, അതായത് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം മനസ്സുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ഈ സമയം രോഗശാന്തിക്ക് വേണ്ടി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും രോഗങ്ങളെ സമർപ്പിച്ച് നമ്മെപ്പോലെ ഇതേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു 50 ലക്ഷം പേരെ കൂടി സമർപ്പിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ, അയൽപ്പക്കത്ത്, നമ്മുടെ പരിസരങ്ങളിലും രൂപതകളിലും അല്ലെങ്കിൽ ഇടവകളിലൊക്കെയുള്ള എല്ലാ അറിയാവുന്ന രോഗികളായ എല്ലാ മക്കളെയും ഒന്ന് ഓർക്കാൻ മനസ്സിലായി. ചിലപ്പോൾ അവർ പ്രാർത്ഥനാ സമയം ചോദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ ആ കാനായിലെ കല്യാണ വീട്ടിൽ മധ്യസ്ഥം വഹിച്ചത് ആ വീട്ടുകാർ ചോദിച്ചിട്ടൊന്നും മധ്യസ്ഥം വഹിച്ചതല്ല. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചത് എലിസബത്ത് പ്രത്യേകം ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടല്ല, കണ്ടറിഞ്ഞ് മധ്യസ്ഥം വഹിക്കുകയാണ്, കണ്ടറിഞ്ഞ് സഹായിക്കുകയാണ്. ഈ സമയം നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടറിഞ്ഞ് നമുക്ക് സഹായിക്കാം. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമുക്ക് സഹായിക്കാം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലോ നമ്മുടെ കുടുംബത്തിലോ അയൽപ്പക്കത്തോ നമുക്ക് രോഗികളായ ഒക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല, പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ അവരൊക്കെ നമുക്കൊന്ന് കൊണ്ടുവരാം. അവരൊക്കെ പരിശുദ്ധ അമ്മ വഴി ഈശ്വര തിരുവല്ലിലേക്ക് സമർപ്പിച്ച് രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കുറല്ലാശുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ചേർന്ന് പാടിയും ആവേ മരിയ, ആവേ 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 മരിയ. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ജപമാലയെ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഷിയ റിയ റിയ രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ഷിയ റിയ റിയ രോഗികൾക്ക് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർ തന്നെ വചനത്തോടെ സുഖത്തെ വിനാശിന് വിടുവിച്ചു. 107 സങ്കീർത്തനം 2 വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പോരല്ലോ ശബ്ദമുയർത്തി സുഖിച്ച് പ്രാർത്ഥിക്കും. അല്പസമയം തുടർച്ചയായി സ്തുതിക്കുക. ഞാൻ നിന്നെ സുവർണ കർത്താവ്. പുറപ്പാട് 5:26 സൗഖ്യണ്ടാകട്ടെ. 107 സങ്കീർത്തനം 20 തിരുവനന്തപുരത്തെ സൗഖ്യണ്ടാകട്ടെ. മത്തായി 8:16 സൗഖ്യണ്ടാകട്ടെ. ലൂക്ക 6:19 സൗഖ്യണ്ടാകട്ടെ. ജനങ്ങളെല്ലാം അവനൊന്ന് സ്പർശിക്കാൻ അവസരം പാടുന്നവന് ശക്തി പുറപ്പെട്ട അവരെല്ലാം സുഖപ്പെടുന്നു. സായാഹ്നമായ അനേക പിശാചുപാട് അവർ അവന്റെ അടുക്ക കൊണ്ടുപോകും. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി എല്ലാ രോഗികളെ സുഖപ്പെടുത്തും. അങ്ങനെ അവന്റെ ബലഹീനത ഏറ്റവും രോഗം വൈകിയ ഏശയ പ്രോത്സാഹനം നിറവേറി. മലാക്കി 4:2 വചനത്തെ സൗഖ്യമുണ്ടാകട്ടെ. യാതൊന്ന് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയട്ടെ. പാപികൾ മാനസാന്തരപ്പെടട്ടെ. മരിച്ചുപോയ പൂർവ്വികരുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. പാപശാപ ബന്ധനങ്ങൾ, തഴക്ക ദോഷങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ ഓരോ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് വിട്ടുപോട്ടെ. മാതാവിനോ ചേർന്ന് നമ്മൾ പാടുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പാടും. ചേർന്ന് പാടി എല്ലാവരും മനസ്സറിഞ്ഞ്. സർവവന്യ മേരി ലോകമാതാ, മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയേ,
സർവവന്യ മേരി ലോകമാതാ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. എൻ്റെ പേര് ജാൻസി സെബാസ്റ്റ്യൻ. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട രൂപതയിലെ ആളൂർ ആനത്തണം സെൻറ് തോമസ് ചർച്ച് ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ കൺഫേം ചെയ്യുന്നത് 3/4/25 അന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും യൂട്യൂബ് ചാനലിൽ അത്ഭുതങ്ങളുടെ ജപമാല കൂടുമായിരുന്നു. 15/4/25 കീമോ സ്റ്റാർട്ട് ചെയ്യുകയും 20 ദിവസം കൂടുമ്പോൾ ഒരു കീമോ, അങ്ങനെ 6 എണ്ണം ചെയ്തു. അതിനുശേഷം 22/8/25 സർജറി കഴിഞ്ഞു ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. ഈ സമയമെല്ലാം ഞാൻ അത്ഭുത ജപമാല കൂടുമായിരുന്നു. ഈ സമയത്ത് അച്ഛൻ 3 പ്രാവശ്യം ക്യാൻസർ രോഗിയായ ജാൻസിയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്യാൻസറിൻ്റെ ഒരു അംശമൊന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയായിരുന്നു. ചേച്ചിക്ക് ഇതിപ്പോൾ 2025 ഏപ്രിലാണ് ഈ ഒരു മഹാ അത്ഭുതം നടന്നത്. അതിനുശേഷം ഇതിപ്പോൾ ഈ ഏപ്രിൽ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഏപ്രിൽ അടുത്ത മാസം ആരംഭിക്കുകയാണ്. ഇതുവരെ പിന്നെ അങ്ങനെ രോഗമില്ല ഇല്ല ഇല്ല. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ, മനസ്സിലായോ? 3 പ്രാവശ്യം ഇവിടെ വിളിച്ചു പറഞ്ഞെന്നാ പറയണേ, മനസ്സിലായോ? ആ അത്ഭുത ജപമാലയിൽ കണ്ടോ. 2026 മാർച്ച് 14 ഞാൻ അത്ഭുത ജപമാല കൂടുമ്പോൾ അച്ഛൻ സ്തുതിപ്പിൻ്റെ സമയത്ത് ജാൻസി ആരാണ് എന്ന് വിളിച്ചു പറയുകയും കിട്ടിയ അനുഗ്രഹം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ ഇതുവരെയും വന്നിട്ടുണ്ടായില്ല. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞേ കണ്ടോ. ഇത്രയും വലിയ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യം കിട്ടിയിട്ടേ അത് വിളിച്ചു വന്ന് സൗഖ്യം കിട്ടിയതാ. 3 പ്രാവശ്യം പേരടക്കം. ഇന്ന മേരിയ എന്ന പേര് ജാൻസി എന്ന മകളുടെ ഈ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യപ്പെടുന്ന 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. പിന്നെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു രോഗമാണ് പോലും ഇല്ല. കണ്ടോ, മനസ്സിലായോ? അതിൻ്റെ സാക്ഷ്യം പറഞ്ഞില്ല ഇത്ര നാൾ സൗഖ്യം കിട്ടിയതിന് ശേഷം. അപ്പോൾ പ്രത്യേകം അത്താവ് എടുത്ത് പറയാം, ജാൻസിയോട് ഒന്ന് സാക്ഷ്യം പറയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഗ്രേസി കട്ടിപ്പാറ. 2025 ഒക്ടോബർ മാസത്തിൽ ശക്തമായ തലകറക്കം ഉണ്ടായി. ഡോക്ടറെ കാണിച്ചു, 2 മാസം ഗുളിക കഴിച്ചു, എന്നിട്ടും മാറുന്നില്ല. ആദ്യമൊക്കെ ഭയങ്കര ശക്തമായിട്ട് തലകറങ്ങും, പിന്നീട് തല കുത്തനെ കറങ്ങാൻ തുടങ്ങി. എനിക്ക് കിടക്കാൻ തന്നെ പേടിയായിരുന്നു. കിടന്നു കഴിയുമ്പോൾ ഭയങ്കര അവസ്ഥയായിരുന്നു. 2026 ജനുവരി 14 ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI ചെയ്യണം, ബ്രെയിനിൽ ഞരമ്പിനെന്തോ പ്രശ്നമുണ്ടെന്ന് MRI എടുക്കണം എന്ന് പറഞ്ഞു. MRI എടുക്കണതിൻ്റെ തലേദിവസം ചൊവ്വാഴ്ച ഒരു അത്ഭുത ജപമാല ലൈവ് ഞാൻ കണ്ട് പ്രാർത്ഥിച്ചു. ഈ അവസ്ഥയായപ്പോൾ 90 ദിവസത്തെ ജപമാല ഞാൻ നേർന്നിരുന്നു. അപ്പോൾ രാവിലെ അത്ഭുത ജപമാല ഒരെണ്ണം കണ്ടു, പിന്നെ ലൈവും കണ്ട്. കിടക്കാൻ നേരത്ത് ഞാൻ വിചാരിച്ചു നാളെ ഡോക്ടറെ കാണിക്കേണ്ടതല്ലേ, തലകറക്കം കൂടുകയാണെങ്കിൽ കൂടട്ടെ, ഡോക്ടറെ കാണിക്കേണ്ടതല്ല. എന്നിട്ട് ഗുളിക കഴിച്ചില്ല. എന്നിട്ട് ഞാൻ കിടക്കാൻ പോയി, കട്ടിലേക്ക് കിടക്കാൻ പോയിട്ട് എനിക്ക് തല കറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഇത് സത്യമാണോ എന്നറിയാൻ കിടന്നിട്ട് വീണ്ടും ഒന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നു നോക്കി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരാഴ്ച നോക്കി. 2ാമത്തെ ആഴ്ചയുണ്ട് അച്ഛൻ പറഞ്ഞു ഗ്രേസിയുടെ ഇയർ ബാലൻസ് സുഖപ്പെടുത്തുന്ന വിളിച്ച് പറഞ്ഞു. ഇപ്പം എനിക്ക് MRI എടുക്കേണ്ടേ വന്നില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം 4 മാസമായി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. അത്ഭുതമാല തുടർച്ചയായി കണ്ടു. വർഷങ്ങളായിട്ടുള്ള ഇയർ ബാലൻസ് കർത്താവ് സൗഖ്യം കൊടുത്തു. കണ്ടോ, ഗ്രേസിയുടെ ഇയർ ബാലൻസ് കർത്താവ് സൗഖ്യപ്പെടുന്നു, സൗഖ്യം കിട്ടി. പിന്നെ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തെങ്ങിൽ തേങ്ങ അയക്കാൻ തുടങ്ങി. അത് എല്ലാം മച്ചിങ്ങ ആകുമ്പോഴത്തേക്കും ഉണങ്ങി കരിഞ്ഞു പോകുമായിരുന്നു. വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം തേങ്ങയെല്ലാം കായ്ക്കുന്നുണ്ട്. പിന്നെ അനിയത്തിയുടെ മകളുടെ കുഞ്ഞ് ജനിച്ചപ്പോഴേ കാൽപാദം വളഞ്ഞതായിരുന്നു. അത്ഭുത ജപമാലയിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു കുഞ്ഞിൻ്റെ കാൽപാദം വളഞ്ഞിരിക്കുന്നത് കർത്താവ് സുഖപ്പെടുത്തുന്നതെന്ന്. ഇപ്പോൾ ആ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു, കാലിന് ഒരു കുഴപ്പമില്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കണ്ടോ, വിളിച്ചു പറയുന്നു, സംഭവിക്കുന്നു. കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കുക. പിന്നെ എൻ്റെ ജീവിത പങ്കാളി ഓട്ടോ ഓടിച്ച് പോരുമ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കഴുത്തിൽ ഉത്തിരിയം ധരിച്ചിരുന്നു. പിന്നെ ഓട്ടോ വിറ്റ് കിട്ടിയാൽ ദശാംശം കൊടുക്കാൻ നേർന്നതിൻ്റെ ഫലമായി ഓട്ടോ വിറ്റ് ദശാംശം കൊടുത്തു. 2024 തൊട്ട് അത്ഭുതങ്ങളുടെ ജപമാല ഞാൻ തുടർന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വെഞ്ചരിച്ച് അന്ന് തൊട്ട് എൻ്റെ വയറിനൊക്കെ പ്രശ്നമുള്ളതൊക്കെ ഞാനിവിടെ ധ്യാനം കൂടി അതൊക്കെ മാറിയതാണ്. വെഞ്ചരിച്ച എണ്ണ, ഒലിവെണ്ണ, തേന് ഇവയെല്ലാം ഞാൻ എല്ലാ ദിവസവും ഗ്യാസിൻ്റെ ഗുളികയ്ക്ക് ഓരോക്കെ ഇപ്പം അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഗുളികയൊന്നും കഴിക്കേണ്ട. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2ാമത്തെ ചൊവ്വാഴ്ച അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറയുക 7 പേരുടെ വിരശല്യം മാറിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു
ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ട് 2024 തൊട്ട് എനിക്ക് ഈ വിരയ്ക്ക് ഗുളിക കഴിക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കഴിക്കണം. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എത്ര കാലമായി ഈ വിരശല്യം തുടങ്ങിയിട്ടെന്ന്. അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് എനിക്ക് അത് പിന്നെ 2 വർഷമായിട്ട് ഇല്ല, സംഭവമില്ല. അങ്ങനെ സൗഖ്യം കിട്ടി. ഈശോയ്ക്ക് നന്ദി, ഈശോയെ സ്തുതി. കരങ്ങളടിച്ച് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പേര് ലിസി, തൃശ്ശൂർ ചിറ്റിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. 20 വർഷമായിട്ട് ശരീരം മുഴുവൻ നീരും വേദനയും. 20 വർഷമായിട്ട് ആ വാക്കുകൾ ശ്രദ്ധിക്കുക. അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയെ കൂടെ കടന്നു പോകുമായിരുന്നു. ഒരു 10 വർഷം മുമ്പ് 2016 ജനുവരി മാസം ഈ സിവിയറായിട്ട് ഈ രോഗം വർദ്ധിച്ചു. എന്താണെന്ന് അതുവരെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ പോയി വിദഗ്ധ ചികിത്സയൊക്കെ നേടി. അപ്പോൾ അവർ പറഞ്ഞത് ആമവാദം, സന്ധിവാദം, പേശീവാദം. അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഭയങ്കര പെയിൻ, കിടന്നിട്ട് എഴുന്നേൽക്കാൻ പെയിൻ, ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം കൈ വിരലുകൾ ചലിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആ സമയത്ത് കൈയുടെ വിരലുകൾ വളഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ജോയിൻസ്, എല്ലാ ജോയിൻസിലും പെയിൻ, അങ്ങനെ കാലിൻ്റെ വിരലിൻ്റെ ജോയിൻറ്റിൽ പെയിൻ. അപ്പോൾ ഒരു ചെരുപ്പിടാൻ പറ്റാത്ത അവസ്ഥ. സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രോഗമുള്ള ഒരാൾക്ക് മെഡിസിൻ ഇഷ്ടംപോലെ കഴിക്കേണ്ടി വരും. അപ്പോൾ ആ സ്ട്രിപ്പ്, ഗുളികയുടെ സ്ട്രിപ്പിൽ നിന്ന് ഗുളിക പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലേക്ക് വിരൽ മാറി. അപ്പോൾ അത്രയ്ക്ക് വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇത് പൂർണ്ണമായിട്ടും മാറില്ല, മെഡിസിൻ നിർത്താനും പറ്റില്ല, ഇനി വളയാതിരിക്കാനുള്ള മരുന്നും സ്റ്റീറോയിഡ് വേദനയ്ക്കും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീറോയിഡ് എടുത്തു. കുറച്ച് വേദനകളൊക്കെ കുറഞ്ഞു. പിന്നെ ഞാൻ മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി 15 താമസിച്ചുള്ള ധ്യാനത്തിന് ഞാൻ അവിടെ വന്ന് പങ്കെടുത്തു. കഴിഞ്ഞ വർഷം ഇവിടെ താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടുത്തെ തേനും അന്നാവെള്ളവും ഒലിവ് ഓയിലും ഉപ്പും സ്ഥിരം കഴിക്കും. സ്ഥിരം ഉപ്പിട്ട് കുളിക്കുകയും ചെയ്യുമായിരുന്നു. ബന്ധന പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. പിന്നെ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞിട്ടുള്ള പോലെ 33 ലൈവ് ജപമാലയും 90 റെക്കോർഡഡ് ജപമാലയും അടുപ്പിച്ച് കണ്ടിരുന്നു. 33 വിശ്വാസമാണോ? ലൈവ് ജപം ചൊവ്വാഴ്ചയിലത്തെ 33 അത് കണ്ടു. പിന്നെ നീ 90 വേറെ കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ലിസി എന്ന മകളോട് നന്നായി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വ്യക്തിക്ക് വാദം ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ ആദ്യം അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് 2 അത്ഭുത ജപമാലയിലും നവംബർ മാസത്തിലെ 4ാമത്തെ ഏകദിന ശുശ്രൂഷയിലും അച്ഛൻ വിളിച്ച് പറഞ്ഞു ലിസി എന്ന മകളുടെ ആമവാദത്തിന് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ നമ്മുടെ ഷാലോമിലുള്ള ദൈവദിന ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു 20 വർഷമായിട്ട് ആമവാദത്തിന് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പരിപൂർണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആ മരുന്ന് നിർത്തിയിട്ട് 7 മാസമായി. എനിക്ക് കൈവിരൽ നിർത്താനോ ഇരിക്കാനോ നടക്കാനോ വീട്ടിലെ ജോലികൾ ചെയ്യാനോ ഏതൊരു നോർമൽ മനുഷ്യൻ ചെയ്യണ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇപ്പം ചെയ്യാൻ ഒരു കുഴപ്പമില്ല. നല്ലൊരു കയ്യടി കൊടുത്തത് കണ്ടോ. ഇങ്ങനെയൊക്കെ സൗഖ്യം കിട്ടിട്ട് നമുക്ക് കയ്യടിക്കാൻ തോന്നുന്നില്ലേ? 7 മാസമായിട്ട് ആ വ്യക്തിക്ക് കണ്ടോ എത്രയോ പ്രാവശ്യം കണ്ടോ. അല്ല ഏൽറുഹ ദൈവവചന ശുശ്രൂഷയിലാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞത് പ്രത്യേകമായിട്ട്. പിന്നെ ആ സഹോദരി പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മാതൃകയാണ് കേട്ടോ. അത് വേറെ ഒന്നല്ല, ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുക. വെഞ്ചരിച്ച തേൻ, ഒലിവ് ഓയിൽ, ഹന്നാവെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുക. ഉപ്പ് ഒരുപാട് പേരുടെ വയറ്റിൽ അറിഞ്ഞറിയാതെയോ വിഗ്രഹാർപ്പിത ഭക്ഷണം പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് നിങ്ങൾ വെഞ്ചരിച്ച തേൻ, ഒലിവ് ഓയിലൊക്കെ എപ്പോഴും ഭക്ഷണത്തിൽ കൂട്ടിച്ചേർക്കുക, വെഞ്ചരിച്ച ഉപ്പൊക്കെ കേട്ടോ. എൻ്റെ പേര് ലിസി, സ്ഥലം വേലുപ്പാട്. കഴിഞ്ഞ മാസം അച്ഛൻ വരന്തരപ്പള്ളി ധ്യാനം നടന്നിട്ടായിരുന്നു 4 ദിവസത്തെ. അതിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു തുറന്ന് കുമ്പസാരിച്ചപ്പോൾ ഒരു മകൾക്ക് തൊണ്ടയിലെ ബുദ്ധിമുട്ട് മാറിയെന്ന്. 6 വർഷമായിട്ട് വലത്തെ സൈഡിൽ തൊണ്ടയ്ക്കുന്ന ഒരു തടിപ്പാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടായില്ല, അതങ്ങനെ കൊണ്ടു നടക്കായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നമ്മോട് പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പോൾ അതങ്ങനെ ഒരു ബുദ്ധിമുട്ട് കളി എങ്ങനെ വെച്ചാൽ നീരിവിച്ച എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തൊണ്ട അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ട് എനിക്ക് മാറി. അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് അല്ലേ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് അവസാന ദിവസം വേഗം എടുത്ത് പറഞ്ഞു തൊണ്ടയ്ക്ക് ശക്തമായ ബുദ്ധിമുട്ട്, വർഷങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ട്. അത് ഞാൻ ചോദിച്ചു എത്ര വർഷമായി? 4 വർഷമായിട്ട്
6 വർഷമായിരുന്നു. അതൊരു അങ്ങനെ വിളിച്ചു പറഞ്ഞു തുറന്നു കുമ്പസാരിച്ചു അല്ലേ? അതോടെ ലോകം മാറ്റി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. തുറന്ന് കുമ്പസാരിച്ചതിന് ശേഷം എൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ മേൽ അവൻ തന്നെ സമ്പത്ത് വർഷിക്കുന്നു. ഈ പുസ്തകം ഉണ്ടല്ലോ, ഈ പുസ്തകത്തിൽ അച്ഛന് കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ദൈവസ്വര സന്ദേശം ഇങ്ങനെയാണ്. ദൈവത്തിലെ കുമ്പസാരിച്ചതിന് ശേഷം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. അതാണ് യാക്കോബ് 5:16 പറയാണ്, നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുക, നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റു പറയണം, പ്ലസ് പിന്നീട് പ്രാർത്ഥിക്കുക, അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. കണ്ടില്ല, ഈ ചേച്ചി അങ്ങനെ തുറന്ന് സംസാരിച്ചു പ്രാർത്ഥിച്ചു, ആ രോഗം മാറിപ്പോയി. രണ്ടാമത്തത് അച്ഛൻ പറഞ്ഞു ഗ്യാസ് ബുദ്ധിമുട്ടുള്ളവരൊക്കെ, വയറിന് അസുഖമുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വർഷങ്ങളോളം, എത്ര വർഷം എന്നറിയില്ല, എനിക്കിങ്ങനെ വയറിന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഗ്യാസ് വന്നെന്നറിയാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ കുറേ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കും, ജീരക സോഡ മേടിച്ച് കുടിക്കും. അതും അച്ഛൻ അന്ന് ആ ജാനത്തിൽ വിളിച്ച് പറഞ്ഞു, അതിലും എനിക്കൊരു സൗഖ്യം കിട്ടി. പിന്നെ വർഷങ്ങളോളം ഉണ്ട്. അത് എത്ര വർഷം പോലും എനിക്ക് അറിയില്ല. അതെ, അത്രയും പഴക്കമുള്ളതാണ് മാറി കിട്ടിയത്. കണ്ടോ. പിന്നെ എനിക്ക് എൻ്റെ രണ്ടാമത്തെ അച്ഛൻ അതിൽ വിളിച്ച് പറഞ്ഞു, പീച്ച് തെറാപ്പിക്ക് പോണ ഒരു കുഞ്ഞിനെ കർത്താവ് തൊടണമെന്ന്. എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഒരു മോനുണ്ട്, അവന് ഇങ്ങനെ സംസാരിക്കാൻ ഇത്തിരി കുറവായിരുന്നു. അവൻ പീച്ച് തെറാപ്പിക്ക് പോകുന്നുണ്ട്, എന്നാലും അവന് സംസാരിക്കല്ലേ. അച്ഛൻ അത് പറഞ്ഞു കഴിഞ്ഞ് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് പറയാൻ തുടങ്ങി. പിന്നെ നമ്മൾ പറയുന്ന പോലെ കൂട്ടക്ഷരങ്ങൾ പോലെ പറയാനും, മറ്റത് അവൻ ഒരു അക്ഷരം പറയുക, അങ്ങനെയായിരുന്നു. ഇപ്പം അവൻ കൂട്ടത്തിലുള്ള വർത്തമാനങ്ങളും നമ്മൾ ചോദിക്കുന്നതിനൊക്കെ പറയും, നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നന്ദി പറഞ്ഞ് കണ്ടോ. വിളിച്ചു പറഞ്ഞതിന് ശേഷം വലിയ വ്യത്യാസമായി കൊച്ചിൻ്റെ സംസാരത്തിൽ. കണ്ടില്ലേ. എൻ്റെ പേര് റീന, സ്ഥലം നിലമ്പൂർ. 2 വർഷം മുമ്പാണ് ഞാൻ എൽ റുഹയെക്കുറിച്ച് കേട്ടറിഞ്ഞത്. അന്നു മുതൽ അത്ഭുത ജപമാലയിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ സാധിക്കുന്ന ശനിയാഴ്ചയൊക്കെ ഇവിടെ വന്ന് കൺവെൻഷനിൽ പങ്കെടുക്കാറുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു, പക്ഷേ ഞാൻ ഇതുവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ 2 മാസം മുമ്പ് അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, റീനയോട് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു എന്ന്. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറയുന്നത്. ചേച്ചിയുടെ മകൻ വിദേശത്ത് പോകാൻ വേണ്ടി 2-3 വർഷമായി പരിശ്രമിക്കുന്നു, പക്ഷേ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ എൻ്റെ ചേച്ചിയും ഞാനും ഇവിടെ ഏകദിന കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അന്നത്തെ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അമലിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന്. എൻ്റെ ചേച്ചിയുടെ മകൻ്റെ പേര് അമൽ എന്നാണ്. തൊട്ടടുത്ത മാസം, അതായത് മാർച്ച് മാസത്തിൽ, ഞങ്ങൾ ആരും വിചാരിച്ചിരിക്കാതെ തന്നെ അവന് വിദേശത്ത് പോകാൻ സാധിച്ചു. ഈ മാർച്ച് മാസം 1 വർഷമായി അവൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. സാക്ഷ്യപ്പെടുത്താൻ വൈകിയതിന് ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനും ഹസ്ബൻഡും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഹസ്ബൻഡിനെതിരായി 4 വർഷം മുമ്പ് ഒരു കോടതി കേസ് ഫയൽ ചെയ്തിരുന്നു. ഹസ്ബൻഡിൻ്റെ ജോലി വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായിട്ട് ഒത്തുതീർപ്പിലെത്താൻ പലരും പരിശ്രമിച്ചിരുന്നു, പക്ഷേ യാതൊരു സാധ്യതയും കണ്ടെത്തിയിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ 7 ദിവസത്തെ കൺവെൻഷൻ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അത്ഭുത ജപമാലയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വളരെ അവിശ്വസനീയമെന്ന് പറയട്ടെ, 2 മാസം മുമ്പ് യാതൊരു ഉപാധികളുമില്ലാതെ ആ കേസ് പിൻവലിക്കാൻ ആ വ്യക്തി തയ്യാറായി. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ വലിയ അനുഗ്രഹ പ്രശ്നങ്ങളുള്ളവർ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക കേട്ടോ. ഒരു അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു, ഒരു വ്യക്തിയുടെ കേസിൽ കർത്താവ് ഇടപെടുന്നു എന്ന്. അപ്പം എൻ്റെ ജീവിതത്തിലെ കുറവുകളിലെല്ലാം ഇടപെട്ട് ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, ഈ സമയം എൽ റുഹ ധ്യാന കേന്ദ്രത്തിലെ ചില അറിയിപ്പുകൾ അച്ഛന് അറിയിക്കാം. ഈ ഭൂതോച്ചാരണ വസ്തുക്കളുടെ പ്രാധാന്യമാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി അറിവുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ? ഫാദർ ഗബ്രിയേൽ അമോത്ത്, സഭയിൽ ഒഫീഷ്യൽ എക്സോസിസ്റ്റ് ആയിരുന്ന ഫാദർ ഗബ്രിയേൽ അമോത്ത്, അത് സഭ അംഗീകരിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പ്രത്യേകം എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി. പ്രധാനമായിട്ട് ഭൂതോച്ചാരണ വസ്തുക്കൾ ഈ ഹന്ന വെള്ളം, ഹോളി വാട്ടർ, പിന്നെ ഒലിവ് ഓയിൽ, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, മറ്റൊന്നാണ് വെഞ്ചിരിച്ച ഉപ്പ് അല്ലെങ്കിൽ വെഞ്ചിരിച്ച തേൻ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്ന കാര്യം കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വെഞ്ചിരിച്ച തേനിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറയുമ്പോൾ അതിപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി അല്പം തേൻ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മദ്യപാനാസക്തി മാറിക്കിട്ടാനും
ലഹരി വസ്തുക്കളുടെ അടിമത്തം മാറിക്കിട്ടാനും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കുദാശകൾ വിശ്വാസമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അമിതമായ പിടിവാശി, അമിതമായ ജഡികാസക്തി, ഹൈപ്പർ ആക്ടിവിറ്റി, വിഭ്രാന്തി, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, മുഖക്കുരു, മുഖത്തിലെ പാടുകൾ, അല്ലെങ്കിൽ പഠിക്കാൻ തടസ്സമുള്ളവർ, അല്ലെങ്കിൽ തെറ്റായ പ്രേമബന്ധത്തിൽപ്പെട്ടവർ, ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടാനും സൗഖ്യം കിട്ടാനും ഒക്കെ വെഞ്ചരിച്ച തേൻ കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ തന്നെ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ അത് എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാൻ, സോറിയാസ് ഉൾപ്പെടെയുള്ള എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാനും, അലർജി രോഗങ്ങൾ, മുടികൊഴിച്ചിൽ, താരൻ്റെ ശല്യം, പാൻ ശല്യം, മൂക്കുരു, ഇങ്ങനെ പൈൽസ്, ഫിസ്റ്റുല, അനൽ ഫിഷർ, ഇങ്ങനെയുള്ള മൂക്കടപ്പ്, അഡിനോയിഡ്, ഇതൊക്കെ മാറിക്കിട്ടാൻ. ഇപ്പോൾ മൂക്കടപ്പൊക്കെ മാറിക്കിട്ടാൻ മൂക്കിൽ പുരട്ടുക, വിക്സ് പെട്ടണ പോലെ മൂക്കിൽ പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ശരീരത്തിലെ മുഴകൾ മാറിക്കിട്ടാൻ, ഇങ്ങനെ ബ്രസ്റ്റിലെ മുഴ, തലയിലെ മുഴകൾ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ വേദന, നടുവേദന, കൈമുട്ടുവേദന, കാൽമുട്ടിലൊക്കെ മാറിക്കിട്ടാൻ, ഇങ്ങനെ തെറ്റായ പ്രേമബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഇതൊക്കെ മാറിക്കിട്ടാൻ. ഇങ്ങനെ കൈവിഷം വയറ്റിൽ പോയിട്ടുണ്ട്, അതുമൂലം ഉണ്ടാകുന്ന പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഈ കൈവിഷം കളയാനും ഈ വെഞ്ചരിച്ച തേൻ, വെഞ്ചരിച്ച ഒലിവ് ഓയിൽ അത് കഴിക്കുന്നതും 2 സ്പൂൺ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങളാണെങ്കിൽ അവിടെ പുരട്ടുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നാണ് വെഞ്ചരിച്ച കല്ലുപ്പ്. അത് ഉപയോഗിക്കുന്നത് ക്ഷുദ്രജീവികളുടെ ശല്യത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ, ബന്ധനങ്ങൾ അഴിയാൻ, കൃഷിസ്ഥലം ഫലഭൂയിഷ്ടമാകാൻ, സ്ഥലവിൽപ്പന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ, തുടർച്ചയായി രോഗപീഠകൾ ഭവനങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടാൻ, വളർത്തുമൃഗങ്ങളുടെ രോഗപീഠകൾ മാറിപ്പോകാൻ, ശരീരത്തിലെ രോഗപീഠകൾ മാറിപ്പോകാൻ ഭക്ഷണത്തിൽ ചേർക്കുന്നതും വെള്ളത്തിലിട്ട് കുളിക്കുന്നതൊക്കെ നല്ലതാണ്. ഒപ്പം തന്നെ ഇങ്ങനെ കലങ്ങിയ വെള്ളം, ഉപയോഗശൂന്യമായ വെള്ളം, അത് വിശുദ്ധീകരിക്കപ്പെടാൻ വെഞ്ചരിച്ച കല്ലുപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കല്ലുപ്പ് ഇങ്ങനെ വെതറിയിടുമ്പോൾ എങ്ങനെയാണ് ഇടേണ്ടത്? ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഇടുകയാണെങ്കിൽ ശക്തിയിൽ വെതറിയിടണം. ശക്തിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി വെതറിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ മഹാ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുക്കണം. കർത്താവേ, ഈ കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ, ഈ വസ്തുക്കളിലൂടെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഞാനത് എൽ റുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം. ഒട്ടും വരാൻ പറ്റാത്തൊരു വിദേശത്ത് അങ്ങനെയുള്ളവർ മാത്രം അത് വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെ ഈശോയ്ക്കൊരു മഹത്വം കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഈ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മഹാ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിൽ തന്നെ പെട്ടതാണ് ഈ കുന്തിരിക്കയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മറ്റു വസ്തുക്കളും നമുക്ക് ആ രീതിയിൽ നമുക്ക് വെഞ്ചരിച്ച കുന്തിരിക്കം ഉപയോഗിച്ച് എല്ലാ ദിവസവും ബന്ധന പ്രാർത്ഥന ചൊല്ലി ആ വീടൊക്കെ ഹന്നാവളൊക്കെ തെളിച്ച് കുന്തിരിക്കം പോക്കുന്നതൊക്കെ നല്ലതാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, സ്നേഹമുള്ളവർ, ഇവിടുത്തെ അച്ഛന് ഈ കഴിഞ്ഞ നാളുകളിൽ ഇറക്കിയ ഒരു പുസ്തകമാണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേരുള്ള ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾക്ക് എൽ റുഹ സ്റ്റോളിൽ നിന്ന് മാത്രമാണ് ലഭ്യമായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിദേശത്തോ ദൂരെയൊക്കെ ഉള്ളവർ നിങ്ങൾ ഈ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും. മറ്റു കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്ന എൽ റുഹ ശുശ്രൂഷകളിൽ ഒരു 80% അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ, ആ പേര് പറയുന്നത് പോലെ തന്നെ ഇത് സ്വർഗം അച്ഛന് തന്ന വെളിപ്പെടുത്തലുകളും സന്ദേശങ്ങളും അച്ഛൻ്റെ ഇത്ര നാളത്തെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളും അറിവുകളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ലഭ്യമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇവിടുത്തെ ഈ ധ്യാന കേന്ദ്രത്തെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ധ്യാന കേന്ദ്രത്തെ സാമ്പത്തികമായിട്ട് സഹായിക്കാം. നിങ്ങളുടെ ചെറുതും വലുതുമായ ദശാംശം നിങ്ങൾ എൽ റുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇവിടുത്തെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു തന്ന് നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. ഇക്കാര്യത്തിലും നിങ്ങൾ ഓഫീസുമായി കോൺടാക്ട് ചെയ്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തൽ. ഒരുപാട് പേര് അതിന് മുന്നോട്ട് വരുന്നു. ആ സെൻറ്ററിന് വലിയൊരു സഹായമാണ്. 10,000 രൂപയാണ് ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്താനായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ദശാംശത്തിൽ പെടുന്നതാണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഏകദിന ബൈബിൾ കൺവെൻഷൻ ഒരു ദിവസം വലിയ ചിലവാണ് വരിക. അന്ന് ഭക്ഷണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കൗൺസിലിങ്, ഭക്ഷണം, കുമ്പസാരം, ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും എല്ലാവരും അത് ഈ ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തുന്നവരെല്ലാവരും കൂടി അത് നടത്തുകയാണ്. അങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ നന്ദിയായിട്ട്, നിങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടും, അബോർഷൻ ചെയ്തതിൻ്റെ പാപത്തിന് പരിഹാരമായി, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയി അവരുടെ പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ ജോലി കിട്ടിയതിന് നന്ദിയായി, അങ്ങനെ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണം, വെഡ്ഡിങ് ആനിവേഴ്സറിനൊക്കെ നന്ദിയായി നമുക്ക് ഒരു ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു ദശാംശത്തിൽ പെടുന്നതാണ്. നിങ്ങൾക്കും അതിലൂടെ അനുഗ്രഹം കിട്ടും. അതും ഈ സെൻറ്ററിനും വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പം അങ്ങനെയുള്ള മക്കൾ, അതിന് താല്പര്യമുള്ളവരും ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നിയോഗങ്ങളും ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്, പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈശ്വര സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോട് പ്രത്യേകം നമ്മൾ നിയോഗം വെച്ച് നമ്മുടെ നൊവേന ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഈ സമയം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭക്തിപൂർവ്വം പങ്കെടുക്കാം.
സർവശക്തനായ ദൈവമേ, ചേർന്ന് പാടാം. കൈവണങ്ങിടും നിതങ്ങയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പു കൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും നല്ല ശരണവും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങളുടെ എല്ലാ വിപിൽ സന്ധികളിലും ആശ്രയവും സഹായവും ഉറപ്പുള്ള മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും ശരണത്തോടും കൂടെ ഞങ്ങൾ ആ വിശുദ്ധൻ്റെ സഹായം തേടി വന്നിരിക്കുന്നു. വിശുദ്ധ അന്തോണീസിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങൾ നിറയുവാനും ആ വിശുദ്ധനിൽ പ്രശോഭിച്ചിരിക്കുന്ന സാൻമാർഗിക പുണ്യങ്ങൾ അനുകരിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമക്കളും ഉണ്ണീശോയുടെ വിശ്വസ്ത ശുശ്രൂഷകരുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധിയും അപേക്ഷകൾ അസംഖ്യങ്ങളുമാകുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അപേക്ഷകളും നമ്മുടെ ആവശ്യം പറയാം. വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധ കന്യാമറിയത്തിന്റെ തൃക്കരങ്ങൾ കൂടി ഉണ്ണിയേശുവിനും ദൈവപിതാവിനും ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ സുവിശേഷ സുഹൃത്തുക്കളാൽ ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച വിശുദ്ധ അന്തോണീസെ ഭൗതിക വ്യാമോഹങ്ങളിലും ശാരീരിക ദുർമോഹങ്ങളിലും ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ ആവശ്യമായ പ്രകാശത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളാൽ നിറഞ്ഞവനായ വിശുദ്ധ അന്തോണീസെ ഈ സുഹൃത്തുക്കളാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാധ്യസ്ഥം തേടി വരുന്ന ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ സംതൃപ്തനാക്കുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിരവധിയായ ആവശ്യങ്ങളും അനവധിയായ ജനങ്ങളുമായി ആശയോടെ അങ്ങേ പക്കലോടി വരുന്ന ഞങ്ങളെ കൈവേടിയിരുന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സന്യാസ ഭവനത്തിന്റെ കാന്തതയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും എളിയ ജോലികൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് സഹോദരങ്ങൾക്ക് സന്തോഷവും സേവനം അർപ്പിച്ച് വിശുദ്ധിയുടെ അഭിനയത്തിലെത്തിയ വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന്റെ ഇഷ്ടവും സഹോദരങ്ങളുടെ നന്മയും ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അത്ഭുത പ്രവർത്തനത്താ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണി പാരിതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലേ വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊഴിക്കണേ. വിശുദ്ധ അന്തോണീസ് അങ്ങയുടെ മാധ്യസ്ഥനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. യേശുവിൻ്റെ പക്കൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. സ്വാർത്ഥതയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും ആത്സര്യബുദ്ധിയും വെടിഞ്ഞ് യേശു കാണിച്ചു തന്ന പാതയിലൂടെ നടക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കാണുവാനും ദൈവസ്നേഹത്തിലേക്ക് അവരെ അടുപ്പിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ലോകം മുഴുവനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ആവശ്യം ഒരിക്കൽ കൂടി സമർപ്പിക്കാം.
ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസ് അങ്ങിൽ പ്രശോഭിച്ചിരിക്കുന്ന ദൈവസ്നേഹവും ജീവിത വിശുദ്ധിയും വഴി സഹോദരങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അമൂല്യ വരങ്ങളാ ദൈവം അങ്ങയെ സമ്പന്നനാക്കിയല്ലോ. അങ്ങയുടെ ജീവിത വിശുദ്ധിയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആധ്യാത്മിക ശാരീരികമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസ് അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും എല്ലാ ദുഷ്ടാരൂപികളുടെ ശക്തിയിൽ നിന്ന് മോചിതരാകുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ക്ഷുദ്രജീവികളുടെ ആക്രമണം രക്ഷ നേടുവാനും കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടാനും നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ശാരീരികവും മാനസികവും ആധ്യാത്മികമായ എല്ലാ അസ്വസ്ഥതയും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ദൈവത്തിരുമനസ്സിന് വിധേയമായ ദൈവപരിപാലന വിശ്വാസം അർപ്പിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ആകുലതയും ആശങ്കകളും കൂടെ ജീവിക്കാനും നിത്യജീവിതത്തിൽ അങ്ങയോടുകൂടെ പങ്കുചേരാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾക്ക് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നൽകണമെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളെ ജപമാല ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. നമ്മൾ ജപമാലയിൽ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളും വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയെ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് ആരാധിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ആരാധിക്കുന്നു. ശബ ഹാല ബാല ബാല ബാല. ദൈവജനം ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കും. ശബല തമ പപ ഹാല ബാല ബാല. തകർച്ചകള്, ബലഹീന രോഗങ്ങളെ ഒക്കെ ആരാധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ആരാധിക്കുന്നു. ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കുന്നു. ബന്ധനം അഴിയുന്നവരെ ആരാധിക്കുന്നു. കെട്ടുകൾ പൊട്ടുന്നവരെ ആരാധിക്കുന്നു. ശബല തമ പപ ഹാല ബാല തമ പപ ഹാല ബാല. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ആരാധിച്ച പോലെ ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങ് ആരാധിക്കുന്നു. ശബല തിമിപ്പിക്കല ഹാല ബാല ബാല ബാല. കരമടിച്ചുകൊണ്ട് ശക്തിയോടെ കരമടിച്ച് യേശുവിനെ ആരാധിക്കുക. ത്രിയേക ദൈവത്തെ ആരാധിക്കുക. യേശുവിലേക്ക് നോക്കി ആരാധിക്കുക. കുർബാനയുടെ അഭിഷേകം ചൊല്ലുക. ഉദാസകളുടെ അഭിഷേകം, അനുതാപത്തിന്റെ അഭിഷേകം, കുംഭസാരത്തിന്റെ അഭിഷേകം നിറയട്ടെ, നിറയട്ടെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സിറപ്പുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും പാതകളൊഴിയും ആരാധനയിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ കോട്ടക തകരും പാതകളൊഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരമൊക്കെ ശ്രദ്ധിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ശക്തമായി കണ്ണുകൾ അടച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിൽ സ്തുതിച്ചോ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്മ മറിയമേ, മാലാകമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ഏൽഗുഹ ധ്യാനങ്ങളിലേക്ക് അത്ഭുതമായി ആരൊക്കെ എപ്പൊക്കെ കാണുന്നുണ്ടോ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിബന്ധന സഹായിക്കണേ, സംരക്ഷിക്കണം, ശുദ്ധീകരിക്കുന്ന രുമാനുകളെ തിരത്തട്ട കഴിയണമേ. സകല ശുദ്ര മന്ത്രവാ ദാവിദാര ഹുരോധ വിശ്വാസ പൈശാചക പിഴവ ബാധകളെ കൈവശങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മ ആരും ദൂരെയാറ്റണമേ. പാപകരമായ സകലവും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവസജ്ഞ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ സത്യവും മധ്യസ്ഥാലും നികാ റബ ഇബ്രാഹിം മലമാരുടെ സത്യമായ സാന്ത സമക്ഷത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിച്ചുള്ള സംബന്ധം എല്ലാ ശ്രമങ്ങളും വെള്ളാലോ വായിലൂടെ വസ്തുള്ള ഭക്ഷണങ്ങളും മാനസിക ശാരീ ആത്മീയമല്ല മാനസികവും പ്രാപ്തവും പൈശാചിയുമുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 എന്നിവനെ മൂന്നിട്ട് വിശാലിന്റെ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മണി വചന സത്യ സകലവിധ പ്രകൃതിശം ഇടിവിട്ടുന്ന ആശയങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാശി വൈരാൻ തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ഗതികാല ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാരം ദുർബുദ്ധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാദം പഠനാംശം കോടതി സാമ്പത്തിക കണ്ണം പോക്ക് ചെവി നാക്ക് തൊക്ക് ആദ്യം ഭാഗ്യങ്ങൾ ചെറുതുകൾ രോഗപ്പെടുക അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാൻ സ്വഭാവം വിശ്വാസങ്ങളുടെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സുഖിച്ച് പ്രാർത്ഥിക്കുക മധുര വായിക്കുക രോമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണം എനിക്കത് ശുശ്രൂഷകരെ വരുന്ന അപവാദ പ്രചരണം ദുഷ്ടന് കുടിയാലോചനകള് അത് പിന്നെ പൈശാചി അരിക്കുക അന്താൻ സത്യം സാത്താൻ സത്യ ദുഷ്ട ജതികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമം ഞാൻ ബന്ധിക്കുന്നു യേശു നാമം ഞാൻ ബഹിഷ്കരിക്കുന്നു ഈശോയെ കുറിച്ച് ആട്ടിപ്പായി ഇനി മേലൊരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിലോ ഏൽഹ ധ്യാനകരുടെ ശുശ്രൂഷകളുടെ പ്രവേശിക്കുന്ന സാത്താനെ നിന്നെ ഞാൻ കൽപ്പിക്കുന്നു 83-ാം സംഖ്യയുടെ അഭിഷേകം തന്നെ കർത്താവേ ഇസ്രായേലിന്റെ വൈദികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസ്രായേലിന്റെ വൈദികളെ നശിപ്പിക്കണമേ കർത്താവേ ഹല്ലേലൂയ 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 വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ 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 കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിക്കുക. രോഗന്മാരും ക്ഷീണന്മാരും ആരാധനയെങ്കിൽ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ ബന്ധനമഴിയും തെറ്റുകളടിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും പാതകളൊഴിയും ആരാധനയെങ്കിൽ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 കരണത്ത് സുധിച്ച് ആലോലി 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 ആലോലിയ എല്ലാവരും സുധിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന് ഒന്ന് ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുന്നു. ശബ ഹാല ബാല 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 ശബല ദമ ബബദ ബലത ബസബല ഹാല ബല ദമ മബദ ബലത സകല കെട്ടുകളും ബന്ധനം അഴിയട്ടെ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ സ്തുതിക്കുക, ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുക, കെട്ടുകൾ പൊട്ടുന്നവരെ സ്തുതിക്കുക, അടഞ്ഞ വാലുകൾ തുറക്കപ്പെടുന്നവരെ സ്തുതിക്കുക, ചങ്ങലകൾ അഴിയുന്നവരെ സ്തുതിക്കുക, ദുഃഖം സന്തോഷമായി തീരുന്നവരെ സ്തുതിക്കുക, രോഗശാന്തി കിട്ടുന്നവരെ സ്തുതിക്കുക, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശബല തമ ബബദ ബല ദബ ഹാല ബാല ബാല സിമി കെബി കല തമ ബദ ബല ദബ ബദ ബല സബല ഹാല ബമ എബി കല തമ ബബദ ബല ഹാല ബാല ബാല ശബില ബി കല ദിമ ബോദി ബല സീ കലോ ദി ബി കല തമ മമ ദബ ബല ദബ ആസ ബല തമ മമ ബദ ബ ഹാല ബബ മമ ബബ ശിബി കല ദിമി ബോദി ബല സല വിശുദ്ധ കുർബാന ഇറങ്ങി വന്ന് തൊണ്ണമേ യേശുവേ, വിശുദ്ധ കുർബാന ഇറങ്ങി വന്ന് തൊണ്ണമേ യേശുവേ, വിശുദ്ധ കുർബാന ഇറങ്ങി വന്ന് ഞങ്ങൾ എല്ലാവരും തൊണ്ണമേ യേശുവേ. തബല തമ ബബ തബല തമ മമ തബല തബ ബസല ഹാല ബബ എബി കല ദിമി ബി കല ദി ബോദി ബല സീ ഹാല ബാല ബബ ശിരി ദി 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 ദി
Hallelujah, 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 hallelujah. ശബലത മമബത യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സുഖിച്ച് പ്രാപിക്കുക. ദിവികാനിലേക്ക് നോക്കിക്കൊണ്ട് സുഖിക്കുന്നു. ശബലതി കലാതമ മബത ബലതി ബസിബിക ലിയാല ഹാല ബാബ എബി കലാതമ മബത ബല ഹാല ബാല ബാല ശിദിദിദിദിദി ആലുലി 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 ആലുലിയ ഓരല്ലോ സുഖിച്ച് ശിദ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 ി സിമി കലാതമ മബത ബല ഹാല ബാമ മാത ബല ഹാല എസിബി കലാതമ മമബത സുഖിക്കുന്നു. ഇനി സുഖിക്കാത്ത മക്കളുണ്ടല്ലോ, വാതറും സുഖിക്കുന്നു. ആലുലി 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 ആലുലിയ ആലുലി 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 ആലുലിയ ശിദിദിദിദിദിദിദി 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 ഷിയ റിയ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ശബ ഹാല ബാല 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 സിമി കാല തമ മബ തബല അദി ബഹാല സഹാല മമ എബി കാല ശാല ഹാല ബാല 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 എമി കാല ഹാല ബാല 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 ശിദിദിദിദിദിദിദി 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 ഹല്ലേലൂയ 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 ഷിയ റിയ 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 സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ അത്ഭുതങ്ങളെ ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലുലി ആലുലി 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 വിശുദ്ധ അന്തോണിസിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ശക്തമായി സ്തുതിക്കണം. ഹാലുലി ആലുലിയ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ കിടപ്പ് രോഗികളോ പ്രായമായവരും എല്ലാവരും അറിയാവുന്ന പോലെ ഹാലുലിയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിൽ സ്തുതിക്കുക. ഭാഷാതി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹാലുലി ആലുലി 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 ആലുലിയ ഈ എൽറുഹ ധ്യാനകേന്ദ്ര അൽത്താരി വന്ന് സാക്ഷ്യം പറയാൻ തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിക്കുന്നു. കർത്താവേ, 50 വയസ്സോളം പ്രായമുള്ള മദ്യപാനത്തിന് അടിമയായ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശിച്ചിരിക്കുകയാണ്. ആലുലിയ ആലുലിയ പട്ടിശല്യമുള്ള ഒരു വീട്ടുകാരുടെ വെഞ്ചരിച്ച കല്ലിപ്പ് ശക്തമായി വിതറിയിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. കർത്താവ് വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഈ വീട്ടിലെ കോഴികളെ എപ്പോഴും പട്ടി പിടിച്ചുകൊണ്ടുപോകുന്ന അവരുടെ അവസ്ഥയും കർത്താവ് കാണിക്കുന്നുണ്ട്. ഹാലുലിയ ഹാലുലിയ ഓവറയിലെ സിസ്റ്ററുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അജു എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശിച്ചിരുന്നു. സോണിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. പല്ല് സംബന്ധമായ ബുദ്ധിമുട്ടുള്ള എപ്പോഴും പല്ല് ഡോക്ടറിനെ കാണേണ്ടി വരുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് പല്ലുവേദന അല്ലെങ്കിൽ പല്ലിന്റെ അസ്വസ്ഥത സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ആലുലിയ ആലുലിയ ഫുഡ് അലർജി ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ഫുഡിന്റെ ചില ഫുഡുകൾ കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും സൗണ്ട് പോകുന്ന അവസ്ഥയുള്ള ഒരു അധ്യാപികയ്ക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മുഖക്കുരുള്ളവർ പ്രാർത്ഥിക്കുക. അതിശക്തമായ മുഖക്കുരുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു. അലീന എന്നൊരു പേരും കർത്താവ് തരുന്നു. ഈ മകളുടെ മുഖക്കുരു കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശിച്ചിരുന്നു. ഹാലുലിയ 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 എന്ത് ഭക്ഷണം കഴിച്ചാലും ലൂസ് മോഷൻ വരുന്ന 4 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ കാണാതെ പോയി ആധാരം തിരിച്ചു കിട്ടുന്നതായിട്ട് വ്യക്തമായ സന്ദേശം കർത്താവ് തരികയാണ്. അപ്പു എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകന്റെ കാലിലെ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഭർത്താവിന്റെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു മകളോട് കാലിലെ മിഞ്ചി അഴിച്ചുമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ്. ഹാലുലിയ കാലിലെ മിഞ്ചി അഴിച്ചുമാറ്റി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭർത്താവിന്റെ അമ്മയോട് ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുമെന്ന് കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ്. പ്രസവത്തിന് ശേഷം ഓവർ ബ്ലീഡിംഗ് വന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശ്വാസ തടസ്സമുള്ള ന്യൂമോണിയ വന്ന ഒരു കൈക്കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വേരിക്കോസ് വെയിൻ പൊട്ടി ഉണങ്ങാത്ത അവസ്ഥയുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കൂടരഞ്ഞി എന്ന ദേശത്ത് നിന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മുലപ്പാലില്ലാതെ വിഷമിക്കുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പാനിക് അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചിന്നു എന്ന വിളിപ്പേരുള്ള ഒരു മകൾക്ക് കർത്താവ് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹാലുലിയ ഹാലുലിയ ശ്മശാനത്തിനടുത്ത് ഭവനമുള്ള വീട്ടില് എന്നും രോഗവും ദുരിതമുള്ള വീട്ടുകാരോട് മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ചൊല്ലി ആ വീട് എല്ലാ ദിവസവും വെഞ്ചരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. അയലമീൻ കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പീരീഡ്സിന്റെ സമയത്ത് അതിശക്തമായ ഛർദി കർത്താവ് ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിദേശ രാജ്യത്ത് പർദ്ദ ഇട്ട് നടക്കാറുള്ള രാത്രി ഉറക്കക്കുറവുള്ള ഒരു വ്യക്തിയോട് അത് ചെയ്യരുതെന്നും തുറന്ന് കുമ്പസാരം നടത്താനും ആ വ്യക്തിക്ക് കർത്താവ് സന്ദേശിച്ചിരിക്കുക. ഒരു ഭവനത്തിൽ നിന്നും പല്ലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു സിസ്റ്ററുടെ വർഷങ്ങളായിട്ടുള്ള ഗ്യാസ് ട്രബിൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഡൽഹി എന്ന സ്ഥലത്തിന്റെ പേര് കർത്താവ് തരുന്നു. ഡൽഹി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. നിഷ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നൊരു വ്യക്തിയോട് കഴുത്തിൽ ഒത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ഫിസിയോതെറാപ്പി പഠിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ ശുശ്രൂഷ കാണുന്ന ഒരു പീഡിയാട്രിക് ഡോക്ടറിന്റെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശിച്ചിരുന്നു. IIT-യിൽ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ ഡിപ്രഷൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹാലുലിയ 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 കിഡ്നി തടിപ്പുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അമിതമായി വേർപ്പുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി
എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. കാടുകുറ്റി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മനോജ് എന്ന മകന്റെ ബിസിനസ് മേഖലയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 7 പേരുടെ സ്ഥല വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്നും ഈശോ സന്ദേശത്തിലൂടെ അറിയിക്കുകയാണ്. ചെവിവേദന, ചെവിക്കടി കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. അസ്ഥി സംബന്ധമായ രോഗമുള്ള ജോയി എന്ന മകനോട് തുറന്നു കുമ്പസാരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ക്ഷയരോഗമുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഫിലിപ്പിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കണ്ണിന്റെ കൃഷ്ണമണിക്ക് പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. എലിസബത്ത് എന്ന മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ വെള്ളപ്പാണ്ട് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. സാന്ദ്ര എന്ന മകളുടെ മൂക്കടപ്പ് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. നെഞ്ചിരിച്ചിലുള്ള ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ആമവാദത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. വയറ്റിൽ മുഴയുള്ള ഓപ്പറേഷൻ വന്നിരിക്കുന്ന ലില്ലി എന്ന മകൾ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. വെയിലിന്റെ അലർജിയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. ഒരു എക്സാം തന്നെ പല പ്രാവശ്യം എഴുതിയ ഏകദേശം ഒരു 6 തവണയെങ്കിലും പരീക്ഷ എഴുതിയിട്ട് പാസ്സാവാത്ത ഒരു വ്യക്തിയോട് വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ ആ പരാജയപ്പെടുന്ന ആൾക്ക് സന്ദേശം തരികയാണ്. ഒരു സ്പോർട്സ് ടീച്ചറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഉത്തിരിയും ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ബെന്നി എന്ന മകന്റെ ശരീരത്തിലെ ചൊറിച്ചിൽ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശം തരുന്നു. മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന കുട്ടിക്ക് കർത്താവ് ഓപ്പറേഷൻ കൂടെ ആ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. ഡിവോഴ്സ് ചെയ്താലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്ത വരുന്ന അധ്യാപികയോട് വീട്ടിൽ നിന്നും മദ്യക്കുപ്പികൾ എടുത്ത് നശിപ്പിച്ചു കളയാൻ കർത്താവ് സന്ദേശം തരികയാണ്. ആലലിയ ആലലിയ ആലലിയ. തലയിലും താടിയിലും താരനുള്ള മകനെ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. വിരയുടെ ശല്യം കർത്താവ് എടുത്ത് മാറ്റി സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഡെൽവിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ടെക്സസ് എന്ന സ്ഥലത്ത് നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജാമ്യം കിട്ടാതെ കേസിൽപ്പെട്ട് കിടക്കുന്ന മിഥുൻ എന്ന മകന്റെ കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് സന്ദേശം തരുന്നു. നാളുകളായി വാരഫലം വായിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് കാണിക്കുന്നു. ഈ വ്യക്തിക്ക് കുത്തി കുത്തി ചുമയുള്ളതായിട്ട് ഈശോ കാണിക്കുന്നു. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച ആ പാപം ഉപേക്ഷിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 19 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോയി എന്ന മകന്റെ കടബാധ്യതയിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ തീപ്പൊള്ളലേറ്റിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു സഹോദരിയോട് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരുന്നു. മിന്റു എന്ന വിളിപ്പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. വിദേശത്തായിരിക്കുന്ന ഒരു മകന്റെ തൊണ്ടയിലെ മുഴ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പിടിവാശിയിലും എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള നേഹ എന്ന മകളോട് സെക്കൻഡ് സ്റ്റഡ് ഉരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഡെയ്സി എന്ന സഹോദരിയുടെ വീട്ടിൽ നിന്ന് പാമ്പുശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ശക്തമായി ഉപ്പറ്റുവേദനയുള്ള നഴ്സായി ജോലി ചെയ്യുന്ന ഒരു മകളോട് മൂക്കുത്തി ഊരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കാൽമുട്ട് മടക്കാൻ സാധിക്കാത്ത രീതിയിൽ വേദനയുള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ജയൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്കിൻ ക്യാൻസർ ബാധിച്ച ഒരാളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിസ എന്ന മകളോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ക്യാൻസർ രോഗം ബാധിച്ച അലീന എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ഒരു സഹോദരന് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മാത്യു എന്ന മകന്റെ ഭയം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മോണയിൽ നിന്നും ബ്ലഡ് വരുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പോൾ എന്നൊരു പേരും കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചൊരു അക്രൈസ്തവ സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ടെൻഷന്റെ ഗുളിക കഴിക്കുന്ന ഒരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മരണപ്പെട്ട വ്യക്തിയുടെ കുഴിമാടത്തിൽ നിന്നും എടുത്ത മണ്ണ് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളോട് അത് നശിപ്പിച്ചു കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി വെള്ളം വരുന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിദേശത്തായിരിക്കുന്ന നിതിൻ എന്ന പേരുള്ള മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ലക്സി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മീര എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. സുനി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തായ്ലൻഡിലേക്കുള്ള വിസ തടസ്സം എടുത്തു മാറ്റി കർത്താവ് ഒരാൾ അനുഗ്രഹിക്കുന്നുണ്ട്. റിറ്റി എന്ന മകളോട് കിട്ടിയ അനുഗ്രഹം എൽറുഹയിൽ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് സന്ദേശം തരുന്നു. വോക്കൽ കോഡിന് തകരാറുള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശം തരുന്നു. അനീന എന്ന മകളോട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ അപ്പൻഡിസൈറ്റിസ് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകത്തോളത്ത് കരങ്ങളെടുത്ത് സ്തുതിക്കുക. ആലുലിയ 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങളോട് സ്തുതിക്കുന്നു. ഷിയാ റിയ 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 ഷിയാ റിയ 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 ഷിയാ റിയ 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 ഹാലുലിയ 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 സ്വരസനന് മുട്ടുകൾ കുത്താൻ, കരങ്ങൾ കുപ്പി പിടിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മാർത്യനു നീ മോചനമേകി. സകലേശാദ്യവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരുകരങ്ങൾ സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് നമുക്ക് എന്ത് മാത്രം സ്നേഹിച്ചോടുണ്ട്. അത്വശത്തിലെ ഹല്ലേലൂയ വന്നു സ്തുതിച്ചേൻ. ഹാലേലൂയ 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 ഹാലേലൂയ.
സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന ഒക്കെയും കേൾക്കണമേ